ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ആലോചന കർത്താവ് നമ്മെ കേൾപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻ്റായിട്ട് നമ്മുടെ MPA നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ജോ കുര്യനെ ഈ സമയത്ത് മുന്നോട്ടേക്ക് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് വീണ്ടും മഹത്വം അർപ്പിക്കുന്നു. എൻ്റെ ശബ്ദം ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ അതിനായിട്ടൂടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാനിവിടെ നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായി നമ്മൾ സ്തോത്രാഴ്ചയ്ക്ക് ഒരുങ്ങുവാൻ പോകുകയാണ്. നിങ്ങൾ തയ്യാറെടുത്തു, ഞാനും തയ്യാറെടുക്കാൻ പോകുകയാണ്. നല്ലപോലെ നമ്മുടെ ഹൃദയം തുറന്നിരിക്കുകയാണ്, ആത്മാവ് തുറന്നിരിക്കുകയാണ്. ദൈവശബ്ദം കേട്ട് സന്തോഷിച്ചിരിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം ഓർത്ത് ഞങ്ങൾ കൊടുക്കുന്ന ഈ ചെറിയ തുക ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മലയാളി പെന്റക്കോസ്റ്റൽ അസോസിയേഷൻ്റെ കോൺഫറൻസ് കടമില്ലാതെ ഞങ്ങൾ കടന്നു പോകേണ്ടതിനായി ഇന്ന് രാത്രി അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുറക്കപ്പെട്ട ഹൃദയങ്ങൾക്കായി സ്തോത്രം, തുറക്കപ്പെട്ട വാളറ്റുകൾക്കായി സ്തോത്രം, തുറക്കപ്പെട്ട ആ മനസ്സുകൾക്കായി സ്തോത്രം, തുറക്കപ്പെട്ട സ്വർഗത്തിനായും സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ കൊടുക്കുമ്പോൾ കർത്താവേ, ഞങ്ങളൊരു അത്ഭുതം വിശ്വസിക്കുന്നു. ഞങ്ങൾ കൊടുത്തതിന് അനേകം മടങ്ങ് ഞങ്ങൾക്ക് മടങ്ങി തരുവാൻ അങ്ങയ്ക്ക് കഴിയുമല്ലോ. മഹത്വം അങ്ങ് മാത്രം എടുത്താട്ടെ. ഇന്ന് രാത്രി പുത്രനെ മഹത്വപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ഓഫറിങ്ങിനെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങ് എടുത്തിരിക്കാൻ വീണ്ടും സ്തോത്രം. യേശുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കൈവിട്ടു എല്ലാരും എന്നെയെന്നും ഏകനെന്നു ഞാൻ നനച്ചിടുമ്പോ മുൾപ്പടത്തിൽ എനിക്കായൊരുവൻ അഗ്നിയിലിറങ്ങി നിന്നിടുന്നു. കൈവിട്ടു എല്ലാരും എന്നെയെന്നും ഏകനെന്നു ഞാൻ നനച്ചിടുമ്പോ മുൾപ്പടർപ്പിൽ എനിക്കായൊരുവൻ അഗ്നിയിലിറങ്ങി നിന്നിടുന്നു. എന്നെ മാറ്റിടുവാൻ പുതുതാക്കി തീർക്കുവാൻ, എന്നെ മാറ്റിടുവാൻ പുതുതാക്കി തീർക്കുവാൻ യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. തിരമാലേറി ആഞ്ഞടിച്ചു, കാലുകൾ പടകിൽ നിന്നിളകി, ലോകമാം കടലിൽ വീടിടുമോ. ഭയത്തോടെ ഞാൻ നോക്കി നിന്നിടുമ്പോ തിരമാലേറി ആഞ്ഞടിച്ചു, കാലുകൾ പടകിൽ നിന്നിളകി, ലോകമാം കടലിൽ വീടിടുമോ.
ഭയത്തോടെ ഞാൻ നോക്കി നിന്നിടുമ്പോൾ കടലിന്മേൽ നടന്ന അധികാരമുള്ളവൻ കാറ്റിനെ ശാസിക്കും, ശാന്തത നൽകിടും. കടലിന്മേൽ നടന്ന അധികാരമുള്ളവൻ കാറ്റിനെ ശാസിക്കും, ശാന്തത നൽകിടും. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. ശൂന്യത മാത്രമോ നിന്റെ സമ്പാദ്യം, ജീവിതം വ്യർത്ഥമെന്ന് തോന്നിടുമ്പോൾ പടകൽപ്പം നീക്കുവാൻ മനസ്സാകുമോ, ആഴത്തിൽ വീശുവാൻ ഒരുങ്ങിടുമോ. ശൂന്യത മാത്രമോ നിന്റെ സമ്പാദ്യം, ജീവിതം വ്യർത്ഥമെന്ന് തോന്നിടുമ്പോൾ പടകൽപ്പം നീക്കുവാൻ മനസ്സാകുമോ, ആഴത്തിൽ വീശുവാൻ ഒരുങ്ങിടുമോ. കാണാത്ത കാര്യങ്ങൾ നിൻ കണ്ണാൽ കാണുവാൻ എവിടെ തകർന്നു അവിടെ മാനിക്കുവാൻ. കാണാത്ത കാര്യങ്ങൾ നിൻ കണ്ണാൽ കാണുവാൻ എവിടെ തകർന്നു അവിടെ മാനിക്കുവാൻ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, എല്ലാവരും ചേർന്ന് അവനൊപ്പം പറയാനാരുമില്ലേ. ശബ്ദമുയർത്തി. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. എന്നെ മാറ്റിയിടുവാൻ പുതുതാക്കി തീർക്കുവാൻ, എന്നെ മാറ്റിയിടുവാൻ പുതുതാക്കി തീർക്കുവാൻ, എന്നെ മാറ്റിയിടുവാൻ പുതുതാക്കി തീർക്കുവാൻ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവിനെ പോലെ മറ്റാരുമില്ല. അവൻ്റെ നാമത്തിന് പകരമായി മറ്റൊരു നാമവുമില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പാസ്റ്റർ വിൽസൺ ബേബി പ്രത്യേകമായിട്ട് മുന്നോട്ട് കടന്നു വന്നിട്ട് അർപ്പിക്കപ്പെട്ട സ്തോത്ര ഒരുപാടുകളെ ഓർത്ത് സ്തോത്രം ചെയ്ത് എംപിയുടെ സകല ആത്മീക ഭൗതിക പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകം തുടർന്നുള്ള വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിൽസൺ ബേബി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഈ രാത്രികാലം നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. UK വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവമക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ, കർത്താവിന് മഹത്വം തരുവാൻ, മഹത്വം കൊടുക്കുവാൻ, മഹത്വം അർപ്പിക്കുവാൻ, ഞങ്ങൾക്ക് കർത്താവിന് ചെയ്യുവാൻ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കും കർത്താവിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം കർത്താവ് ഞങ്ങളോട് വ്യക്തമായും കൃത്യമായും
നീ അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നതോർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രേ കർത്താവ്. ഇന്ന് രാത്രിയില് ഞങ്ങളോട് നീ അവിടുന്ന് കൃത്യമായി ഇടപെട്ടതോർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മടങ്ങി വരുവാൻ, ആത്മീകമായി ഞങ്ങൾ മടങ്ങി വരുവാൻ, വിശുദ്ധിയിൽ ഞങ്ങൾ മടങ്ങി വരുവാൻ, ആരാധനയിൽ ഞങ്ങൾ മടങ്ങി വരുവാൻ എന്റെ കർത്താവ് നീ എവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ കൃപ തന്നു, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ ഇവിടെ അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര വഴിപാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് കരനീട്ടവരെ നീ എവിടുന്ന് അനുഗ്രഹിക്കണമേ. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മടിയിൽ എൻ്റെ കർത്താവ് കൊടുക്കണമേ. തുടർന്ന് ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെയും ഞങ്ങളോട് ഇടപെടണമേ, കൃത്യമായി അവിടെ സംസാരിക്കണമേ. വചനം ഞങ്ങൾ പിന്നെയും കേൾക്കുമ്പോൾ ഞങ്ങളുടെ തുറക്കപ്പെട്ട ഹൃദയമായി ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ മാനസാന്തരപ്പെട്ട് ഞങ്ങൾ മടങ്ങി വന്ന് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പിന്നെ ഞങ്ങൾ അധ്വാനിക്കുവാൻ നീ അവിടുന്ന് കൃപ ചെയ്താട്ട് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മീറ്റിംഗിൽ ലീഡ് ചെയ്യുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തിയതാർത്ത് സ്തോത്രം. അനുഗ്രഹത്തോടെ അയക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. രാത്രി നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അതിശക്തമായ ദൈവത്തിൻ്റെ ആലോചന പ്രാരംഭത്തിൽ കേട്ടു. എന്നാൽ തുടർന്ന് പിന്നെയും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. കേവലം ഈ ഹാളിനുള്ളിൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് മാത്രമല്ല, വിക്ടർ മീഡിയയിലൂടെ എവിടെയൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ, അല്ല, ശബ്ദം കടന്നു ചെല്ലാത്ത, വാക്കുകൾ കടന്നു ചെല്ലാത്ത ഈ രാജ്യത്തിൻ്റെ അതിർത്തികളിലേക്ക് ദൈവത്തിൻ്റെ ശബ്ദം കടന്നു ചെല്ലാൻ പോകുകയാണ്. ഒരു ഉണർവ് കർത്താവ് രാജ്യത്ത് അയക്കുവാൻ പോകുകയാണ്. നാം എല്ലാവരും അറിഞ്ഞിരുന്ന പ്രകാരം MBയുടെ കോൺഫറൻസിന് മുഖ്യ അതിഥിയായി ക്ഷണിക്കപ്പെട്ടിരുന്നത് പാസ്റ്റർ പ്രതാപ് സിംഗ് എന്ന ദൈവദാസനായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം നിമിത്തം വാത്സല്യ കർത്താവിൻ്റെ ദാസന് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ കാലത്ത് ദൈവത്താൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരഭിഷിക്തനെ കർത്താവ് നമ്മുടെ നടുവിലേക്ക് അയച്ചു. കർത്താവിൻ്റെ വലിയദാസൻ പാസ്റ്റർ TJ ശമുവേൽ കേരളക്കരയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഓരോ കോണുകളിലും ഈ നാടുകളിൽ ദൈവം തൻ്റെ ദാസനെ അയച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പരിചയമില്ലാത്ത മുഖങ്ങൾ ഇവിടെ വളരെ കുറവാണ്, എങ്കിലും പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടൻ്റായി കഴിഞ്ഞ അനേക വർഷങ്ങളായി കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയിലായിരിക്കുന്നു. അപ്പോൾ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായും കർത്താവിൻ്റെ ദാസൻ ആമേൻ കർത്താവിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ വാസ്തവമായും ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ചെറുപ്രായം മുതൽ അനേക ഇടങ്ങളിൽ പോയി ദൈവദാസൻ്റെ ശുശ്രൂഷകൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തും ആയിരുന്നു. ആമേൻ, സ്തോത്രം. 2005 കർത്താവിൻ്റെ ദാസൻ ഈ രാജ്യത്ത് നമ്മുടെ MBA നാഷണൽ കോൺഫറൻസിൻ്റെ മുഖ്യ അതിഥിയായി കടന്നു വന്ന് ശുശ്രൂഷിച്ച ആ ഭാഗം എൻ്റെ ബൈബിളിൽ ഇപ്പോഴും ഉണ്ട്. പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വന്ന് നമ്മിൽ സഭയിൽ ദേശങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയായിരുന്നു അന്ന് സൗത്ത് ഹോളിൽ നടന്ന MBA കോൺഫറൻസിൽ ദൈവത്തിൻ്റെ ദാസൻ അന്ന് ശുശ്രൂഷിച്ചത്. നമുക്കെല്ലാവർക്കും അത് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവ് ഈ നാളുകളിൽ ഈ രാജ്യത്ത് MBAയിൽ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചത് നമുക്ക് അത് പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും? ഇന്ന് രാത്രിയിലെ ദൂത് ഞാൻ നഷ്ടമാക്കി കളയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കരമടിച്ച് കർത്താവിൻ്റെ ദാസനെ വെൽക്കം ചെയ്യാം. പാസ്റ്റർ TJ ശമുവേലിനെ കർത്താവിൻ്റെ ആലോചന പറയുവാനായി മുന്നോട്ട് ക്ഷണിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ ചുമതലക്കാരായ ദൈവദാസന്മാർ, അതോടൊപ്പം
ഈ രാജ്യത്ത് അനവധി സ്ഥലങ്ങളിലായി കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നവർ, ഈ ഭാഗത്ത് ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ ജനം, നാട്ടിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ, പാസ്റ്റർ പ്രഭാജി തങ്കച്ചൻ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവരോടും ചേർന്ന് ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞതുപോലെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു യോഗത്തിൽ വന്ന് സംബന്ധിക്കാൻ ഇടയായിട്ടുണ്ട്. അന്ന് പാസ്റ്റർ ജോ കുര്യൻ അദ്ദേഹം എന്നെ ഈ യോഗത്തിന് ക്ഷണിച്ചു. ഇവിടെ വന്ന് ഞാൻ ശുശ്രൂഷിച്ചു പോയി. ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഒരു പകരക്കാരനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സാധാരണഗതിയിൽ പകരക്കാരെ ആളുകൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. അതൊരു സാധാരണ ഒരു 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 സംവിധാനമാണ്. എനിവേ, അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇടയ്ക്കിലേക്ക് നമുക്ക് പോകാം. ദൈവം ഈ ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. എല്ലാ ദേശത്തും ദൈവത്തിന് നിശ്ചയമായിട്ടും ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. അത് ഈ രാജ്യങ്ങളിലും നിശ്ചയമായിട്ടും സംഭവിക്കണം. അതിനെ വളരെ ആഗ്രഹിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്ന പലരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിച്ച് ഒരു തീം തിരഞ്ഞെടുത്തിരിക്കുന്നത്. വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് അതിനകത്തുള്ള വചനത്തിന് വെളിച്ചത്തിൽ ഒരു കാര്യം നിങ്ങളോട് ഇന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് പ്രധാനമായി ചിന്താവിഷയം എന്ന് നിങ്ങൾക്കറിയാം. ദ ബുക്ക് ഓഫ് ലമെന്റേഷൻസ് ചാപ്റ്റർ 5 ആൻഡ് വേഴ്സ് 21. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നോക്കൂ, ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ആദ്യത്തെ ഭാവം, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഇത് പ്രവാചകന്റെ ഒരു വിലാപമാണ് ഈ പുസ്തകം മുഴുവൻ. അതിൻ്റെ പശ്ചാത്തലം, ദൈവത്തിൻ്റെ ജനം പാപം ചെയ്ത് ദൈവവഴി വിട്ടുപോയതിനാൽ അവർ അടിമകളായി പിടിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഇവിടെ BC 586 ബാബേൽ രാജ്യം യഹൂദ ജനത്തെ ആക്രമിച്ച് കീഴടക്കി ദൈവത്തിൻ്റെ ആലയവും നശിപ്പിച്ച് അങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നാശത്തെക്കുറിച്ചും മതപതനത്തെക്കുറിച്ചുമുള്ള അവരുടെ സങ്കടവും നിലവിളിയുമാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. അതെല്ലാം സംഭവിക്കാൻ കാരണം അവരുടെ പാപമാണ്. പ്രധാനമായിട്ടും അവർക്ക് തകരാറുകൾ ഒത്തിരി സംഭവിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് അടിമകളായി പോയി എന്ന് മാത്രമല്ല, ദൈവം അവരുടെ നിന്ന് പോയി. അതാണ് ഏറ്റവും വലിയ സംഭവം. ദൈവമുണ്ടെങ്കിൽ എവിടെ താമസിച്ചാലും അത് സുഖകരമായൊരു താമസമാവും. പക്ഷേ ദൈവം അവരുടെ ഇടയിൽ നിന്ന് പോയി, അത് വല്ലാത്ത വിപത്താണ്. പോകാനുള്ള കാരണം അവരുടെ വചനം വിട്ടുള്ള ജീവിതവും അവരുടെ പാപമാണ്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് പ്രവാചകൻ ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്.
കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനായിരുന്നല്ലോ യിരെമ്യാവ്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്, തല മുഴുവൻ അങ്ങ് വെള്ളമായിരുന്നെങ്കിൽ കരയാൻ വേണ്ടി. അപ്പം എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം ചത്തു കിടക്കുകയാണ് ആളുകൾ ഒത്തിരി പേര്. അവരൊന്ന് ജീവിച്ചു വരേണ്ടതിന് കരയാൻ ഇനി കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച ആളാണ് അദ്ദേഹം. ഈ പുസ്തകം യഹൂദ ജനത്തിൻ്റെ സഭയിൽ ആണ്ടിലൊരു പ്രത്യേക സമയം അവർ ഈ പുസ്തകം മുഴുവൻ വായിക്കുമായിരുന്നു. അത് പ്രധാനമായിട്ടും അവരുടെ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച്, 1ഉം 2ഉം ദേവാലയങ്ങൾ നശിച്ചു പോയത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് പിൽക്കാലത്ത് ഈ പുസ്തകം തീർന്നു. ഇന്നിപ്പോൾ ഈ ആഴ്ച ഇന്നിപ്പോൾ ദുഃഖവെള്ളി ആഴ്ചയാണ് അല്ലേ? ക്രിസ്തീയ സഭകളുടെ ചിലതിൻ്റെ പാരമ്പര്യത്തിലും ഈ ആഴ്ചയിൽ വായിക്കുന്നൊരു പുസ്തകമാണ് ഈ പുസ്തകം, വിലാപത്തിൻ്റെ ഈ ഒരു പുസ്തകം. വ്യാഴാഴ്ച രാത്രി തുടങ്ങും, വ്യാഴം വെള്ളി ശനി വായിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഈ ഭാഗം ഒന്നുകൂടെ നോക്കാം. അവിടെ പറഞ്ഞ യഹോവയെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. അവർക്ക് നല്ല കാലം വരണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ എൻ്റെ ആദ്യത്തെ ഭാഗം ദൈവമേ ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ എന്ന പ്രാർത്ഥനയാണ്. അപ്പം ആ പ്രാർത്ഥന ഇവിടെ ഉള്ളപ്പോൾ തന്നെ അതിനു മുമ്പും ദൈവം ജനത്തെ വിളിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവിടെ പറയുന്ന ആ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, യിരെമ്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒരാളൊന്ന് വായിച്ചേക്കാമോ? വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഗോ ഹെഡ്. റൈറ്റ്, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. അപ്പോ ഭർത്താവായിരുന്ന ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയി വ്യഭിചാരം ചെയ്തു പോയി, അങ്ങനെയാണ് അവരെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വിളിക്കുകയാണ് ദൈവം. മലാഖി 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നോക്കൂ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ നിങ്ങൾ തെറ്റി നടന്നിരിക്കുന്നു. ആ വാക്കുകൾ ശ്രദ്ധിച്ചോണം. ചട്ടങ്ങളെ പ്രമാണിക്കാതെ നിങ്ങൾ തെറ്റി നടന്നിരിക്കുന്നു. അടുത്തത്, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും. ആമേൻ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട സംഗതി. ദൈവം പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും. നമ്മളല്ല ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ആദ്യം മുൻകൈ എടുത്തത്. ആദ്യം മുൻകൈ എടുത്തത് ദൈവമാണ്. അങ്ങനെയല്ലേ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. പക്ഷെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിലും, ഞാൻ നിങ്ങളെ സ്നേഹിച്ച് എൻ്റെ വകയാക്കിയെങ്കിലും, എല്ലാം 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 ഞാൻ ചെയ്തു തന്നെങ്കിലും നിങ്ങൾ എന്നെ വിട്ട് നിങ്ങളുടെ വഴിക്ക് പോയി. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം ഒക്കെ കുറച്ച് കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നവരാണ് പെന്തിക്കോസുകാർ. ഒത്തിരി പ്രസംഗം വെളിപ്പാട് പുസ്തകത്തിൽ പ്രസംഗിക്കാറുണ്ടല്ലോ. അതിൻ്റെ 2-3 അധ്യായങ്ങൾ തിരിച്ചു വിളിക്കുന്ന, മടക്കി വിളിക്കുന്ന ദൈവിക ദൂതാണ്. പുതിയ നിയമ സഭയോടുള്ള ദൈവത്തിൻ്റെ വളരെ കർശനമായ ദൂതുകളാണ്
ആ 2 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭയോട് മൊത്തമുള്ള ദൂത്. ആ ദൂതില് മിക്കതിലെയും പ്രസക്ത ഭാഗം അവരെ തിരിച്ചു വിളിക്കുന്നതാണ്. സഭയിൽ യേശു വന്ന് നേരിട്ടിറങ്ങി വന്നിട്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ സഭയിലും വന്ന് നോക്കുകയാണ്. സഭ സ്ഥാപിച്ചു, സഭയ്ക്ക് ആത്മാവിനെ കൊടുത്തു, സഭയ്ക്ക് ശുശ്രൂഷകരെ കൊടുത്തു, സഭയ്ക്ക് നിയമം കൊടുത്തു, എല്ലാം കൊടുത്തിട്ട് അതിൻ പ്രകാരമാണോ ജീവിക്കുന്നതെന്ന് പരിശോധിക്കാൻ യേശു നേരിട്ടിറങ്ങി വന്നു. വന്ന് നോക്കിയിട്ട് ഓരോ സഭയിലും വന്ന് നോക്കിയിട്ട് അവിടുത്തെ സ്ഥിതി എന്താണ് എന്ന് പറഞ്ഞ് അവരെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്താനുള്ള ദൈവിക ദൂതുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത്, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. ആ ഒരു ബന്ധത്തിലേക്കുള്ള തിരിച്ചുവരവ്, എ റെസ്റ്റോറേഷൻ ഓഫ് റിലേഷൻഷിപ്പ്, അതാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും ഇന്ന് രാത്രി എടുത്തു പറയാൻ എനിക്ക് ആത്മാവിൻ്റെ നിയോഗമുള്ള കാര്യം, ആദ്യത്തെ സഭയോട്, എഫെസോസിലെ സഭയോട് പറഞ്ഞത് തന്നെ അറിയാമായിരിക്കും. ബാക്കിയല്ലേ അത്ര ഞാൻ പറയുമ്പോൾ അറിയാമായിരിക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന് 4-ാം വാക്യം നല്ല ഒത്തിരി കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഭയിൽ, ഏത് സഭയിൽ വന്നാലും ആദ്യം കുറെ ഗുണമാണ് പറയുന്നത്. നന്മ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിളിച്ചു പറയും. അങ്ങനെ ആ നന്മകളുടെ ലോങ് ലിസ്റ്റ് പറഞ്ഞു. ഇന്നത്തെ ബഹുഭൂരിപക്ഷം സഭയിൽ പോയാലും അതിൻ്റെ ഒരു അംശം ഗുണം കാണുകയില്ല. അങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ്, നല്ല ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം 4-ാം വാക്യം പറയുകയാണ്. Go ahead. വായിച്ചോളൂ. ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ബാക്കി റൈറ്റ്. എവിടെ നിന്ന്, ഏതിൽ നിന്ന്, ഏത് കാര്യത്തിൽ നിനക്ക് വീഴ്ച ഭവിച്ചു എന്ന് ഓർത്ത് മാനസ് എന്ന് വെച്ചാൽ അത് അന്വേഷിച്ചു നോക്കണം. എവിടെയാ കുഴപ്പം പറ്റിയെന്നൊന്ന് അന്വേഷിച്ചു നോക്കണം. എന്നിട്ട് അതിന് മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞാൽ അനുദപിക്കണം. സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ്. എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല, അത് ചെയ്തില്ലെങ്കിൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ സഭയെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിളക്കായിട്ടാണ്. 1-ാം അധ്യായത്തിന് 13-ാം വാക്യം 20-ാം വാക്യം, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തു. 20-ാം വാക്യം അത് വിശദീകരിച്ചു കൊടുക്കുന്നു. 7 പൊൻനിലവിളക്ക്, 7 സഭയാണ്. അപ്പൊ അതിനെ നിലവിളക്കായിട്ട് വെച്ചിരിക്കുകയാണ് സഭയെ. ഇത് ശരിയാക്കിയില്ലെങ്കിൽ നീ നിലവിളക്കായിരിക്കേണ്ട, നീ വെക്കും എന്ന് പറഞ്ഞാൽ നീ പിന്നെ സഭയല്ല. ഇത് ശരിയാക്കിയില്ലെങ്കിൽ നീ ഒരു കൂട്ടമാണ്, നീ ഒരു സൊസൈറ്റിയാണ്, നീ ഒരു കമ്മ്യൂണിറ്റിയാണ്, നീ ഒരു ഫെലോഷിപ്പാണ്. പക്ഷേ നിനക്ക് എൻ്റെ സഭയായിരിക്കാൻ കഴിയില്ല. അതല്ല പറഞ്ഞിരിക്കുന്നത്. നിന്നെ അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. സ്ട്രോങ് ആയിട്ടുള്ളൊരു വാർണിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിലെ പെന്തിക്കോസ്കാർ മറ്റുള്ളവരോട് ചോദിക്കും, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ചോദിക്കും. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചോ എന്ന് നമ്മൾ ചോദിച്ചാൽ അർത്ഥം സ്നാനപ്പെട്ടോ എന്നാണ്. അപ്പൊ ഏറ്റവും കൂടിയ കൽപ്പന എന്ന് നമ്മൾ വെച്ചിരിക്കുന്നത് സ്നാനപ്പെടണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടത് കൽപ്പനയാണ്, അന്ത്യകൽപ്പനയാണ്. റൈറ്റ്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും.
അങ്ങനെയാണെങ്കിലും ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? ഒന്നാമത്തെ കൽപ്പന ഏതാണ്? മത്തായി സുവിശേഷം 22-36 മുതൽ ഒരു ശാസ്ത്രി വന്നവനോട് ചോദിക്കുകയാണ്, ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന എന്താണ്? യേശുവിനെ പരീക്ഷ ചോദിക്കാൻ വന്നതാണ്. യേശു പറഞ്ഞ മറുപടിയും നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഒന്ന് വായിച്ചേക്കാം. Right. സ്നേഹിക്കണം. Right? സ്നേഹിക്കണം. Then വലിയത്, ഏറ്റവും വലുതും ഒന്നാമത്തേതുമായ കൽപ്പന ഇതാണ്. അടുത്തത് രണ്ടാമത്തത് അതിനോട് സമം. സമം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതല്ല നേരം. സമം കണക്ക് പഠിച്ചിട്ടില്ലേ? കണക്ക് പഠിച്ചാൽ തുല്യമാണത്. അതിന്റെ മുൻഗണനയിൽ 1, 2 എന്നേ ഉള്ളൂ. പ്രാധാന്യത്തിൽ 1ഉം 2ഉം അല്ല. പ്രാധാന്യത്തിൽ 2ഉം ഒന്നാണ്. ഒന്നാമത്തെ കാര്യം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരു സ്നേഹബന്ധമാണ്. മറ്റ് മതങ്ങളിലെ പോലെ പേടിച്ച് ഭയപ്പെട്ട് ദൈവത്തെ സേവിക്കുന്ന ഒരു ബന്ധമല്ല ഈ ബന്ധം. ദൈവം വലിയൊരാൾ, ദൈവത്തെ സേവിച്ചില്ല കൊന്നുകളയും, അങ്ങനെയൊക്കെ കുറേ ദൈവങ്ങളുണ്ട്. അത് ചോദിക്കുന്നു, കൊടുത്തില്ലെങ്കിൽ വന്ന് ഉപദ്രവിക്കും, ശല്യം ചെയ്യും. അങ്ങനത്തെ ഒരു ദൈവമല്ല ഈ വേദപുസ്തകം പറയുന്ന ദൈവം. നമ്മുടെ ദൈവം സ്നേഹമാണ്. അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിച്ചു. അങ്ങനല്ലേ വചനം പറയുന്നത്? ദൈവം എന്നെ സ്നേഹിച്ചു. എന്നെ ഉണ്ടാക്കിയത് അവിടുന്നാണ്. എൻ്റെ സിസ്റ്റം മുഴുവൻ മെനഞ്ഞുണ്ടാക്കിയത് അവിടുന്നാണ്. എന്നെ രക്ഷിക്കാൻ, പാപിയായി പോയ എന്നെ രക്ഷിക്കാൻ, തീപ്പൊയ്കയിൽ വീഴേണ്ട എന്നെ രക്ഷിക്കാൻ അവിടുത്തെ പുത്രനെ എനിക്ക് വേണ്ടി മരിക്കാൻ അയച്ചു തന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്ന് പറയുമ്പോൾ യേശു ദേശം കാണാൻ വന്ന ഒരാളല്ല, വലിയൊരു മഹത്വത്തിൽ ഇവിടെ ജീവിക്കാൻ വന്ന ആളല്ല. അവിടുന്ന് വന്ന ദിവസം മുതൽ അവിടത്തേക്കുണ്ടായ താഴ്ച, അവിടത്തേക്കുണ്ടായ പ്രശ്നങ്ങൾ, അവിടത്തേക്കുണ്ടായ അപമാനം, അഖിലാണ്ടത്തിലൊരുവൻ അവിടുത്തെപ്പോലെ അപമാനിക്കപ്പെട്ടവൻ ലോകത്തിലില്ല. അഖിലാണ്ടത്തിലൊരുത്തൻ അവിടുത്തെപ്പോലെ പീഡിപ്പിക്കപ്പെട്ടവനില്ല, അവിടുത്തെ പോലെ ദണ്ഡിപ്പിക്കപ്പെട്ടവനില്ല. ബാക്കി ആർക്കും ജീവിതത്തിൽ എത്ര ശോധനകൾ ഉണ്ടായെങ്കിലും കുറഞ്ഞ പക്ഷം ദൈവസാന്നിധ്യമെങ്കിലും അനുഭവിച്ച് തൃപ്തിയോടെ ജീവിച്ചിട്ടില്ലേ? ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പാട്ടുണ്ട്, പണ്ടത്തെ പാട്ട്. ഇത് പറഞ്ഞപ്പോ ഇന്നെന്റെ ഓർമ്മയിൽ വന്നത് അതാണ്. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം താരിലെന്തുള്ളൂ. പഴയ പാട്ടാണ്, ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയില്ലായിരിക്കാം. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം താരിൽ വേറെ ഇല്ല. കഷ്ടതയും പരിഹാസങ്ങളും ഏറി വരും തോറും സ്തോത്രം ചെയ്ത് ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ശത്രു പരിഹാസം ചൊല്ലി എതിർത്തു വന്നാലും ആമേൻ നിൽപ്പാൻ കൃപ തരുന്ന ബ്യൂട്ടിഫുൾ സ്വീറ്റായ ഒരാത്മജീവിതമാണ് സത്യവിശ്വാസ ജീവിതം. ഇതിന്റെ പ്രതികൂലങ്ങൾ ചില സന്ദർഭങ്ങളിൽ വലുതായിരിക്കും. ചിലർക്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. നിങ്ങളിൽ ചിലരുണ്ടാവും. അത് എനിക്കങ്ങനെ ഒത്തിരി വില കൊടുക്കേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ പെന്തിക്കോസ്ത് വീട്ടിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ ഭക്തിയോടെ ജീവിക്കുന്നതായിരുന്നു എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടം. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനിച്ചു. എൻ്റെ അപ്പനും അമ്മയും അതിനെ എനിക്ക് അനുകൂലം ചെയ്തു തന്നു. എന്നാൽ നിങ്ങളിൽ ചിലർ സുവിശേഷത്തിന് വേണ്ടിയും രക്ഷിക്കപ്പെടാൻ വേണ്ടിയും സ്നാനപ്പെടാനും തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ മുഴുവൻ പേരും നിങ്ങളെ എതിർത്തവരുണ്ടാവാം, നിങ്ങളെ തള്ളിക്കളഞ്ഞവരുണ്ടാവാം, ഇന്നും നിങ്ങളെ കൂട്ടാത്തവരുണ്ടാവാം. അതിന് നടുവിലും ഒരു സ്നേഹബന്ധമല്ലേ നിങ്ങൾ അവിടുത്തെയിൽ കണ്ടത്? ആ ബന്ധത്തിലേക്കല്ലേ നിങ്ങൾ പ്രവേശിച്ചത്?
ഇന്നത്തെ ഒരു വലിയ കൂട്ടം ജനം ദൈവത്തെ കച്ചവട ചരക്കാക്കി തങ്ങളുടെ കാര്യങ്ങൾ കാണാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യം. ഒരു വലിയ കൂട്ടം പ്രസംഗികൾ ഓടിവാ ദൈവം എല്ലാം തരും എന്ന് വിളിച്ച് ഭൗമ ജീവിതത്തിന് വേണ്ടി വിളിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഭൗമ ജീവിതത്തിന് വേണ്ടി ദൈവത്തിന്റെ പിന്നാലെ പോകുന്നെങ്കിലും ദൈവത്തിന്റെ ഒരു ശേഷിപ്പ് എല്ലാ കാലത്തുമുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തുമുണ്ട്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഐ ലവ് യു ഗാഡ്, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ ഞാൻ സ്നേഹിക്കും, എന്തു വന്നാലും അങ്ങയെ സ്നേഹിക്കും, വീട്ടുകാർ തള്ളിയാലും അങ്ങ് സ്നേഹിക്കും. ഭർത്താക്കന്മാർ, ഓ ജീസസ്, ചില സ്ത്രീകളെ ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ വിശ്വാസത്തിന് വേണ്ടി, പുറത്തിറക്കി വിട്ടിട്ടുണ്ടല്ലോ. ചില സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ. ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിന്റെ നടുവിൽ പലരും ചഞ്ചലിച്ചെങ്കിലും ഇന്ന് നിലനിൽക്കുന്നവർ ഇല്ലേ? ഇത് സ്നേഹബന്ധമാണ്. അവിടുന്ന് എന്നെ സ്നേഹിച്ചു, അതിന് തിരിച്ച് സ്നേഹം പകരം കൊടുക്കുന്ന ബന്ധമാണ് ഇത്. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കണം, അതല്ലേ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, റിസർവേഷൻ ഒന്നും ഇല്ലാതെ, നമുക്ക് വേണ്ടി ഒന്നും മാറ്റി വെച്ചേക്കാതെ. ദിസ് ഈസ് എ വെരി എക്സ്ക്ലൂസീവ് ലവ്. ഇതുപോലെ സ്നേഹം വേറെ ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്ത് സംഭവിച്ചാലും ഈ സ്നേഹത്തിന് കോട്ടം വരാൻ പാടില്ല. There should be nothing, absolutely nothing to hinder this love. അതല്ലേ കർത്താവ് പറഞ്ഞത്? മത്തായി 10-ാം അധ്യായത്തിൽ 37 മുതൽ പറയുമ്പോ, എന്നെക്കാൾ ഉപരി അപ്പനെയാകട്ടെ അമ്മയാകട്ടെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാൾ ഉപരി മക്കളെയാകട്ടെ വീടുകളെയാകട്ടെ നിലങ്ങളെയാകട്ടെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കൂടെ പറഞ്ഞാൽ അതിന്റെ 14-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോ, ഈവൻ ഇവരെയെല്ലാം പകയ്ക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഹെയ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അങ്ങനത്തെ ഒരു സ്നേഹബന്ധമാണ് ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് ന്യായമാണോ? സ്തോത്രം. എന്താ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത്? എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തമാണോ? നിങ്ങളെ ഉണ്ടാക്കിയത് അവിടുന്നല്ലേ? കഴിവുകൾ തന്നത് അവിടുന്നല്ലേ? സൗന്ദര്യമുള്ളത് നൽകിയത് അവിടുന്നതല്ലേ? എല്ലാ സ്കിൽസും ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്തത് അവിടുന്നല്ലേ? ശ്വസിക്കാൻ ഇന്നും പ്രാണവായു തരുന്ന അവിടുന്നല്ലേ? നേരെ ജീവിക്കാൻ കഴിയുന്നത് അവിടുത്തെ കൃപ കൊണ്ടല്ലേ? കഴിവുകൾ ഉള്ളതെല്ലാം അവിടുത്തേതല്ലേ? പഠിക്കാൻ കൃപ തന്നത് അവിടുന്നല്ലേ? ജോലി തന്നത് അവിടുന്നല്ലേ? പൈസ തന്നത് അവിടുന്നല്ലേ? മക്കളെ തന്നത് അവിടുന്നല്ലേ? സ്വാധീനമുണ്ടെങ്കിൽ അത് തന്നത് അവിടുന്നല്ലേ? എല്ലാം അവിടുത്തെ ദാനമല്ലേ? അങ്ങനെ എല്ലാം അവിടുത്തെ ദാനമാണെങ്കിൽ ഒന്നും നിങ്ങളുടെ സ്വന്തം അല്ലല്ലോ, ഒന്നും നിങ്ങളുടെ നേട്ടമല്ലല്ലോ. നിങ്ങളുടെ നേട്ടമാണെന്നും മിടുക്കാണെന്നും ലോകജനം പറഞ്ഞോട്ടെ, പക്ഷെ സത്യം അറിയാവുന്ന ദൈവത്തിന്റെ ആളുകൾ പറഞ്ഞുകൂടാ. കാരണം ആർക്കും തന്നെത്താൻ നിൽക്കാൻ കഴിവില്ലാതിരിക്കെ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, അവിടുത്തെ ദാനത്താലാണ്, എല്ലാം അവിടുത്തെ വകയാണ്. അങ്ങനെ വരുമ്പോ എനിക്ക് സ്വന്തമായി വെച്ചേക്കാനല്ല ഇവ ഒന്നും തന്നത്. ഇതെല്ലാം എനിക്ക് തന്നത് അനുഭവിക്കാൻ തന്നെങ്കിലും അതിന് കൊടുക്കേണ്ട ശരിയായ പ്രതികരണം, the proper response to what God has done to us is to love him. ആമേൻ. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ കൽപ്പന. ഇത് ലംഘിച്ചാൽ സകലവും പോയി. ഇത് മാത്രമല്ല, നിങ്ങൾ ആ വേദഭാഗത്തിന് ബാക്കി കൂടെ വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തിന്റെ എല്ലാം കൂടെ ചുരുക്കം പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാം. എല്ലാത്തിന്റെ കൂടെ ചുരുക്കം സ്നേഹം എന്ന ഒറ്റ വാക്കാണ്. അതെടുത്തു കളയൂ, വേദപുസ്തകം ഇല്ല.
അതെടുത്തു കളയൂ, ക്രിസ്ത്യാനിത്വം ഇല്ല. ആമേൻ. യേശു പറഞ്ഞതുപോലെ അതെടുത്തു കളയൂ, സഭ പിന്നെ സഭയല്ല, ഇത് കേവലം സൊസൈറ്റിയായി അധപ്പതിക്കും. ദൈവത്തിന്റെ ജനം സൊസൈറ്റി ആകേണ്ടതല്ല. ദൈവത്തിന്റെ ജനം കേവലം ഫെലോഷിപ്പ് ആവേണ്ടതല്ല. ദൈവത്തിന്റെ ജനം സത്യ സഭയായി സ്നേഹത്തിൽ നിൽക്കേണ്ടതാണ്. അപ്പൊ അത് ആ ബന്ധമാണ് പ്രധാനം. സ്തോത്രം. ഓർമ്മയില്ലേ പണ്ടത്തെ പാട്ട്? യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ. ഹല്ലേലൂയ. ശരിക്കും ആത്മസാന്നിധ്യം ശരീരത്തിൽ അനുഭവിച്ചറിയാവുന്ന കുറച്ച് പേരുണ്ട്. ഒത്തിരി പേർക്ക് അത്ര അറിയില്ല. പാടുമ്പോൾ കൊട്ടുമ്പോൾ ഒക്കെ ഒരു സന്തോഷമുണ്ട്, ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു തുള്ളലുണ്ട്. ഇതൊക്കെയാണ് ഒത്തിരി പേർക്കും അറിയാവുന്ന ആത്മീകം. പക്ഷേ ആത്മീയത്തിന്റെ അസൽ മണ്ഡലം അതല്ല. അത് കേവലം അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. എന്നാൽ അതിൻ്റെ അസൽ മണ്ഡലം എന്ന് പറയുന്നത് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ദൈവം വന്ന് ഇറങ്ങി താമസിക്കുന്ന ആ ഒരു താമസമാണ്, ആ ഒരു സാന്നിധ്യമാണ്. പണ്ടത്തെ പേവാലയത്തിൽ ദൈവം ഇറങ്ങി താമസിച്ചതുപോലെ ഇതിനെ ദൈവത്തിന്റെ ആലയമാക്കി ഇതിനകത്ത് ദൈവം താമസിക്കുമ്പോൾ അതാണ് ആത്മീക ബന്ധം. ആമേൻ. തുള്ളലല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. തുള്ളണം, തുള്ളിക്കോളൂ. മയിൽക്കുറ്റി പോലെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് തുള്ളുന്നതാണ്. പക്ഷേ അതുകൊണ്ട് ആത്മീകമാവില്ല. കേവലം അന്യഭാഷ കൊണ്ട് ആത്മീകമാവില്ല. 1 കൊരിന്ത്യർ 13 അറിയാമല്ലോ. ഇഷ്ടം പോലെ അന്യഭാഷ പറഞ്ഞാലും ഈ ഒരു കാര്യമില്ലെങ്കിൽ ആ അന്യഭാഷയും ആരാധനയും കേൾക്കുന്നത് തന്നെ, സ്തോത്രം, പൊട്ടിയ തമ്പേറിൽ അടിക്കുന്ന പോലെ ഇരിക്കും. ആമേൻ. എല്ലാ കൃപാവരവും ഉണ്ടെങ്കിലും മലകളെ നീക്കാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും ഈ ഒരു കാര്യമില്ലെങ്കിൽ മുഴുവൻ ആത്മീക ശുശ്രൂഷയും പൂജ്യമാവും, വട്ടപൂജ്യമാവും. വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചേക്കാം, ഭൂതങ്ങൾ ഓടിപ്പോയേക്കാം, രോഗികൾ സൗഖ്യമായേക്കാം. പക്ഷെ അതിന്റെ നടുവിൽ ഈ അന്തരംഗത്തിലെ ഈ കൃപയുടെ ഈ വ്യാപാരം, ഈ ബന്ധമില്ലെങ്കിൽ ആത്മീക ശുശ്രൂഷ കൊണ്ട് ദൈവം അംഗീകാരം തരില്ല. നാട്ടുകാർ കൈയടിച്ചേക്കാം, ജനം മാനിച്ചേക്കാം. പക്ഷെ ദൈവം അംഗീകരിക്കുന്നത് ഈ അസൽ ബന്ധമാണ് എന്ന് നമ്മൾ അറിയണം. ആമേൻ. കേൾക്കാൻ തന്നെ കൊള്ളാവുന്ന നല്ല വാക്ക്, ആളുകൾ കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഐ ലവ് യു എന്ന് സംബടി പറയുന്നതല്ലേ. അത്ര ഇഷ്ടമുള്ളൊരു വാക്ക് അഖിലാണ്ടതി പറയുണ്ടോ? അത്ര സ്വീറ്റായ ഒരു വാക്കാണ് സ്നേഹം എന്ന വാക്ക്. ഇവിടെ എന്താണ് വാസ്തവത്തിൽ കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം? ദൈവത്തെ സ്നേഹിക്കണം, അതല്ലാണല്ലോ ഇവിടെ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം പലതരമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമുണ്ട്. അതിന് ഗ്രീക്കിൽ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമുണ്ട്, ഫിലയോ. അത് ആ കുടുംബ പശ്ചാത്തലത്തിലെ ബന്ധമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമുണ്ട്, ശ്രോജി എന്നൊരു വാക്ക്. കുടുംബത്തിലെ സ്നേഹം അറിയാമല്ലോ, കുടുംബത്തിലുള്ള സ്നേഹം. അതേസമയം അൺസെൽഫിഷായി, ഒരു സ്വാർത്ഥതയുമില്ലാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന സ്നേഹം ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹബന്ധത്തെക്കുറിച്ചാണ് മുഴുവൻ വേദപുസ്തകവും സകല ബന്ധങ്ങളിലും എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം ഒന്ന് എടുത്ത് ഞാൻ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഐ ലവ് യു ഗോഡ് എന്ന് ഒന്ന് പറയുന്നത് കൊണ്ട് സ്നേഹമാവണമെന്നില്ല. ഞാനേ ചില രാജ്യങ്ങളിലെ പിള്ളേർ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് ഓടി വന്ന് അപ്പനെയും അമ്മയെ കെട്ടിപ്പിടിച്ച് വെച്ചു ഐ ലവ് യു സോ മച്ച്. ചിലപ്പോൾ അങ്ങോട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് മാറി എന്നിട്ട് ഐ ഹേറ്റ് യു. They don't really mean it. പക്ഷേ ഇത് രണ്ടും പറയാൻ അവർക്ക് പ്രത്യേകിച്ച് ഒരു വികാരവും
അങ്ങനത്തെ ഒരു കാര്യമല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും ബാധിക്കാത്ത, തടസ്സപ്പെടുത്താത്ത, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹം. യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എന്നെ കൊന്നാലും ശരി അങ്ങേ കാത്തിരിക്കും. സ്തോത്രം. രോഗം വന്ന് ശരീരം ദ്രവിച്ച് ദ്രവിച്ച് പുഴി തീർന്നു വീഴട്ടെ, അതിന്റെ നടുവിൽ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വീട്ടിനകത്ത് തന്നെയാണ്. പുറത്ത് കൂട്ടുകാർ വേറെ, വീട്ടിനകത്ത് പരിഹസിക്കാൻ സ്വന്തം ഭാര്യ ഇരിക്കുന്നതിന്റെ നടുവിലും വിളിച്ചു പറയാനുള്ളത്, എത്ര കൃപ കിട്ടി, എത്ര നന്മ കിട്ടി, ഈ തിന്മയും കൂടി അനുഭവിച്ചുകൂടെ? ഇത് വന്നാലും അവിടുത്തെ ഞാൻ തള്ളിപ്പറയില്ല. സ്തോത്രം. പോട്ടെ, ഈ ശരീരം ദ്രവിച്ചു പോകട്ടെ, രോഗം വന്ന് ദ്രവിക്കുന്നെങ്കിൽ ദ്രവിച്ചു പോകട്ടെ. അങ്ങനാണ് അവിടുത്തേക്ക് ഇഷ്ടമെങ്കിൽ. നമ്മളാരും രോഗികളായിരിക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല. നമ്മളെ സൗഖ്യമാക്കുന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാലും ചില ഘട്ടത്തിൽ ചില വിശുദ്ധർക്ക് ശോധന ജീവിതത്തിന്റെ ഭാഗമായി ദൈവം വെച്ചിട്ടുണ്ട്. അതിന്റെ ഫിലോസഫി നമുക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷെ ഏത് ഫിലോസഫി മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, സ്തോത്രം, വെല്ലുവിളിക്കാൻ നിൽക്കുന്നൊരു പിശാചുണ്ട്, കളിയാക്കാൻ നിൽക്കുന്നൊരു പിശാചുണ്ട്, ദൈവത്തിൻ്റെക്ക് പോയി പരിഹാസം പറയുന്നൊരു പിശാചുണ്ട്. അവൻ നിന്നെ സേവിക്കുന്നത് എല്ലാം നന്മ ചെയ്തിട്ടാണ്. നീ ഒന്ന് മുടക്കൂ, നിന്നെ മുഖത്ത് നോക്കി തള്ളിപ്പറയും എന്ന് പറയുന്നതിന് നടുവിൽ, ഇല്ല, എനിക്ക് വിശുദ്ധ ശേഷിപ്പുണ്ടെന്ന് തെളിയിക്കാൻ, ജീസസ്, നിങ്ങളിൽ ചിലരെ ദൈവത്തിന് വേണമെങ്കിൽ യഥാർത്ഥ സ്നേഹത്തെ വെളിപ്പെടുത്താൻ ലോകത്തിലൊരു വലിയ വിഭാഗത്തിന് പറ്റില്ലെങ്കിലും ചിലരെ ലോകത്തിന്റെ മുൻപാകെ എഴുന്നേപ്പിച്ച് നിർത്തി, തെളിയിച്ച് നിർത്തിയിട്ട്, ഇതാ എനിക്കൊരു ശേഷിപ്പുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ എന്ത് ഭവിച്ചാലും ഈ സ്നേഹം വിട്ടുകളയാത്തൊരു ജനമുണ്ടെന്ന് ദൈവത്തിന് വെളിപ്പെടുത്താൻ ഇതിനകത്ത് ചിലരെ ശോധന കഴിക്കുന്നുണ്ട്. പൊന്നുപോലെ ശോധന ചെയ്ത് ചിലതിനെ പുറത്തു കൊണ്ടുവരും. നിരന്തരമായി കഷ്ടങ്ങളും പീഡകളും ചിലരുടെ അവകാശമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ഉത്തരം അറിയില്ലെങ്കിൽ, സ്തോത്രം, ഞാൻ പൗലോസപ്പോസ്തലന്റെ ഭാഷയിൽ പറയാം, നിഗളിച്ചു പോകാതിരിക്കാൻ, പൊങ്ങച്ചം പറയാതിരിക്കാൻ, ആത്മീയത്തിൽ വലിയ വീമ്പ് പറയാതിരിക്കാൻ. സ്തോത്രം. എന്ന് മാത്രമല്ല, ചിലരെ പുറകെ നിർത്തിയിട്ടുണ്ടാവും നിങ്ങളെ ഉപദ്രവിക്കാൻ. എന്തിനെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കാൻ. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങളെ ആക്ഷേപിക്കാൻ സമൂഹത്തെ നിർത്തിയിരിക്കുന്നത് ഒരിടത്തും ഒരു തെറ്റ് വരാതെ, ഒരു വാക്കിലൊരു തെറ്റ് വരാതെ, ജീവിതത്തിലൊരു തെറ്റ് വരാതെ നിന്നെ വിശുദ്ധനായി കാക്കാൻ ഒരു സംഘത്തെ പിശാച് ചട്ടം കെട്ടി നിർത്തിയിട്ടുണ്ടാവാം. അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അനുഗ്രഹത്തോടെ ജീവിച്ച് വിളിച്ചു പറയണം. അവരെ ആക്ഷേപിക്കാനല്ല, അവരെ പരിഹസിക്കാനല്ല. അവരെ ജോലി അതാണ്. അത് നിന്റെ ജീവിതത്തെ പാവനമായി കാക്കാനാണെന്നും വിശുദ്ധമായി കാക്കാനാണെന്നും അറിഞ്ഞ് കൃപയിൽ നിങ്ങളെ തന്നെ നിർത്താൻ ഇത് പര്യാപ്തമായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് ദൈവത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തും വെച്ച് ഐ ലവ് യു ഗോഡ് എന്ന് പറയാൻ ദൈവം അങ്ങനെ എടുത്തിരിപ്പില്ല. അങ്ങനെ ആർക്കും ഓടിച്ചെന്ന് ദൈവത്തെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. എന്താണ് വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 15 വാക്യം, John 14:15, 21, 23. റൈറ്റ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. 21 വാക്യം. കൽപ്പന പ്രമാണിച്ച് എന്നെ ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. 23 വാക്യം, 23.
അതാണ് വാസ്തവത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ, ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതാ. ഞാൻ സാധാരണ നാടൻ ഭാഷയ്ക്ക് പറയാം. നിങ്ങൾ ഒരാളോട് വലിയ അടുപ്പമാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കും, അങ്ങനല്ലേ? ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിലും അത് നിങ്ങൾ ചെയ്തു കൊടുക്കും, മനസ്സുകൊണ്ടായിരിക്കില്ല. പക്ഷെ ആ അടുത്ത റിലേഷൻഷിപ്പ് നിമിത്തം നിങ്ങൾ ചില കാര്യം ചെയ്യും. യേശുവിനോട് സ്നേഹമാണെങ്കിൽ, യേശു നമുക്ക് കുഴപ്പം വരുന്ന ഒന്നും പറയുന്ന ആളല്ല, നമുക്ക് ദോഷം വരുന്ന ഒന്നും പറയുന്ന ആളല്ല. യേശുവിനോട് സ്നേഹമാണോ പറയുന്നത് മൊത്തം ചെയ്യും. ഈ പുസ്തകത്തിൽ ഒറ്റ കാര്യം അവർ വിട്ടുകളയില്ല. നിങ്ങൾക്ക് സൗകര്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് ചെയ്യും. കാരണം കർത്താവേ, ഐ ലവ് യു, ഐ ലവ് യു, ബിക്കോസ് ഐ ലവ് യു ഐ വിൽ ഡു വാട്ട് യു സേ ടു മീ ടു ഡു. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്നതെല്ലാം നമ്മൾ സ്നേഹിക്കും, ദൈവം വെറുക്കുന്നതെല്ലാം നമ്മൾ വെറുക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒറ്റ കാര്യത്തെ തൊടാൻ ദൈവത്തെ സ്നേഹിക്കുന്നവന് സാധ്യമല്ല. ബിക്കോസ് യു ഡോണ്ട് വാണ്ട് ടു ബ്രേക്ക് ദാറ്റ് റിലേഷൻഷിപ്പ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, സത്യമായി ദൈവസാന്നിധ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവർ പറയൂ, ഒരു ദിവസം ആ സാന്നിധ്യം ഇല്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എല്ലാം തകർന്നു വന്നു, മുഴുവൻ ഇടിഞ്ഞു വീണതുപോലെ തോന്നും. ഒരു സെക്കൻഡ് നേരത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം. ആമേൻ. അതാണ് സ്നേഹം. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പല വഴികളാണ്. ഭൂമിയിലെ ഒത്തിരി പേർക്കും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. ഒരു ദിവസം ഒരു വീട്ടിൽ വല്ലതും ഭയങ്കര പ്രശ്നമുണ്ടായി. ഒരു പെണ്ണിന് ഇറങ്ങിപ്പോണം, നമുക്ക് അവിടെ വഴിക്ക് പോകണം. വലിയ വലിയ പ്രശ്നങ്ങളായി, ഒത്തിരി സംഭവങ്ങൾ ഒത്തിരി നടന്നു. അവസാനം ഫൈനലി എന്തിരിക്കും വന്നു, ഒത്തിരി കാര്യങ്ങൾക്ക് ശേഷം. അപ്പോൾ എന്നോട് പറഞ്ഞ ഇതാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. ഞാൻ ചോദിച്ചു, നീ എന്നാ ഈ പറയുന്നത്? എൻ്റെ അപ്പനും അമ്മയ്ക്കും സ്നേഹമില്ല. അപ്പം ഞാൻ പിന്നെ അവളോട് കുറേ റീസൺ ഔട്ട് ചെയ്തു, കുറേ ന്യായവാദം ചെയ്തുമ്പോൾ ചെയ്യാൻ പറഞ്ഞു, നിൻ്റെ അപ്പനും അമ്മയ്ക്കും നിന്നോട് സ്നേഹമാണ്. അപ്പം എന്നോട് പറയാണ്, ആയുസിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നോട് സ്നേഹമാണ്. അല്ലെന്നേ, ഈ പിള്ളേർക്ക് വേണ്ടിയല്ലേ ഈ പാടെല്ലാം വിടുന്നേ, അല്ലേ? നിങ്ങളൊക്കെ ഇവിടെ വന്നേ എന്തിനാണ്? കഠിനമായി ജോലി ചെയ്യുന്ന എന്തിനാണ്? പിള്ളേരെ നല്ല നിലയിൽ വളർത്താനല്ലേ? നാട്ടിൽ വളർത്തിക്കൂടെ? എന്നാലും കുറച്ചുകൂടെ മെച്ചമായി വളർത്താൻ ഇത്രയും കഷ്ടപ്പാട് പെടുന്നെങ്കിലും പിള്ളേർക്ക് അറിയില്ല. അത് എക്സ്പ്രസ് ചെയ്യാൻ പല ആളുകൾക്കും പറ്റുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇതിപ്പോൾ പ്രശ്നമില്ലേ? ചിലയിടത്തിൽ ഒത്തിരി ഇടത്ത് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. സ്നേഹം ഉണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യണ്ടേ? എക്സ്പ്രസ് ചെയ്തെങ്കിലല്ലേ അത് അറിയുള്ളൂ. ദൈവത്തിന് ഓഫ് കോഴ്സ് നമ്മുടെ ഹൃദയം അറിയാം, മുഴുവൻ ആളത്തും അറിയാം. എന്നാലും അത് പ്രകടിപ്പിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ അറിയാം? മുമ്പ് ഇവിടെ പറഞ്ഞു ഒരു കാര്യം, ദൈവത്തെ ആരാധിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വഴി. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലപോലെ മനസ്സിലാക്കേണ്ട, വിവേചിക്കേണ്ട ഒരു വാക്കാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ആരാധന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവിങ് ഡ്യൂ ഓണർ ടു ദി ഓബ്ജക്റ്റ് ഓഫ് വർഷിപ്പ്. ദാറ്റ്സ് ആക്ച്വലി വർഷിപ്പ്. ഗിവിങ് ഡ്യൂ ഓണർ ടു ദി ഓബ്ജക്റ്റ് ഓഫ് വർഷിപ്പ്. യഹോവയ്ക്ക് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. അങ്ങനല്ലേ? സ്തോത്രം. ഒരു MP വരുമ്പോൾ കൊടുക്കുന്ന ബഹുമാനം കൊടുത്താൽ മതിയോ? ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ മതിയോ? ഡിഫറൻ്റ് അല്ലേ അത്? നമ്മുടെ ദൈവം ഒരു പ്രൈം മിനിസ്റ്ററാണോ? ഒരു രാജ്യത്തിൻ്റെ അധിപനാണോ? കുറെ കാലം കൊണ്ട് അധികാരം തീരുന്നവനാണോ? നമ്മുടെ ദൈവം മുഴു ലോകത്തിൻ്റെയും ദൈവമല്ലേ? മുഴു ലോകത്തിൻ്റെയും രാജാവല്ലേ? ഏതെങ്കിലും കാലം അവിടുത്തെ കാലം കഴിയുമോ? അധികാരം വെച്ചിട്ടിറങ്ങിപ്പോകുമോ? അവിടത്തേക്ക് കഴിവുകേടുണ്ടാകുമോ? അവിടുന്ന് നിത്യനായ രാജാവല്ലേ?
സകല ലോകത്തിന്റെയും രാജാവല്ലേ, രാജാതി രാജാവല്ലേ, കർത്താതി കർത്താവല്ലേ. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എന്നെ ഉണ്ടാക്കിയവൻ അവിടുന്നല്ലേ, എനിക്ക് വേണ്ട സകലവും തന്നത് അവിടല്ലേ. അവിടുത്തെ ദാനമല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ലല്ലോ. അങ്ങനെയെങ്കിൽ അവിടുത്തെ കണ്ടാൽ ഞാൻ കൊടുക്കേണ്ട ബഹുമാനം എത്രയുമാണെന്ന് ആലോചിച്ച് നോക്കാമോ? ആ ബഹുമാനത്തിന് പരിധി പറയാൻ അറിയില്ലല്ലോ. സ്തോത്രം. ഇന്നത്തെ ആരാധന മണ്ഡലങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണമേ. ശരിക്കും ദൈവത്തെ ബഹുമാനിക്കാറുണ്ടോ? സഭയിൽ എത്രയോ മുതലാളിമാരിപ്പുണ്ട്, വലിയ ആളുകൾ ഇരിപ്പുണ്ട്. ചിലരുടെ ഞെളിഞ്ഞുള്ള ഇരിപ്പ് കണ്ടാൽ ദൈവം വന്നവരെ സല്യൂട്ട് ചെയ്യണം. ആമേൻ. പള്ളിയിൽ ഉറങ്ങാൻ വരുന്ന കക്ഷികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉറക്കം വന്നിട്ടല്ല, തലേ കയ്യും വെച്ച് ഇങ്ങനെ കിടക്കുന്ന കക്ഷികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. അയ്യോ, ദൈവം നിന്റെ കളിപ്പാവയാണോ? ഒരു ദിവസം, ഒരു നേരം ദൈവം നിന്നോട് തെറ്റിപ്പോയാൽ, അവിടുത്തെ കൃപ ഒരു നേരത്തേക്ക് എടുത്തു കളഞ്ഞാൽ, ഒരു സെക്കൻഡ് നേരത്തേക്ക് എടുത്താൽ ജീവിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? തൊഴുത് വീണ് നമസ്കരിക്കേണ്ടതല്ലേ, കുമ്പിട്ട് നമസ്കരിക്കേണ്ടതല്ലേ? ഹല്ലേലൂയ. ബാക്കി എല്ലാത്തിനും ശബ്ദമുയർത്താം, ഈ ഒരു കാര്യത്തിന് മാത്രം ശബ്ദമുയർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം? ഹല്ലേലൂയ. ജീസസ്. പല ആളുകളും പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ലല്ലോ, പുറത്തോട്ട് വരില്ലല്ലോ. വീട്ടിൽ പിള്ളേരോട് അലയ്ക്കുന്ന ശബ്ദം കേൾക്കണം, ഭർത്താവിനോട് വർത്താനം പറഞ്ഞ ശബ്ദം കേൾക്കണം. ഇതെല്ലാം ഇത്രയും ആകാമെങ്കിൽ ഈ ഒന്നാം തര ശബ്ദം ഉണ്ടാക്കി തന്ന് ഈ ആരോഗ്യം തന്നവനെ മുഴുബലത്തോടും സ്തുതിക്കുകയും മുഴുബലത്തോടും ആരാധിക്കുകയും വേണ്ടേ? തുള്ളിച്ചാടി നമ്മുടെ ദൈവത്തെ ബഹുമാനിക്കണ്ടേ? അവിടുത്തെ അർഹമായ ബഹുമാനം കൊടുക്കണ്ടേ? അവിടുത്തെ കണ്ടാൽ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതി എന്ത് സ്ഥിതിയാണ്? വാസ്തവത്തിൽ അവിടത്തേക്ക് നന്ദി പറയണ്ടേ? ആമേൻ. ഭൂമിയിൽ ഏത് മനുഷ്യൻ എന്തോ ചെയ്താലും താങ്ക് യു എന്നൊന്ന് പറയാനുള്ള മര്യാദ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ. പണ്ട് താങ്ക് യു എന്ന് പറയാൻ അറിയത്തില്ലെങ്കിലും ആ മുഖഭാവം അന്നങ്ങനെ പ്രകടിപ്പിച്ചിരുന്നല്ലോ, ഇല്ലേ? വാക്കുപയോഗിച്ചില്ല എന്നല്ലേ ഉള്ളൂ, അന്തരംഗത്തിൽ നിന്ന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ? എന്നാൽ സകലവും തരുന്ന അവിടുത്തെ മുമ്പാകെ നിരന്തരം നന്ദി പറയേണ്ടവൻ, സ്തോത്രം ചെയ്യേണ്ടവൻ, ദൈവത്തിന്റെ ആലയത്തിൽ വന്നിട്ട് വായും പൂട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രസംഗികൾ കൈവക്കാൻ പറയുമ്പോ കൈവക്കുകയും പ്രസംഗികൾ സ്തുതിക്കാൻ പറയുമ്പോൾ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണോ വേണ്ടിയത്? അതോ അന്തരംഗത്തിൽ നിന്ന് എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല, എന്നെ ഉണ്ടാക്കിയവന്റെ മുൻപാകെ എനിക്ക് ബഹുമാനിക്കണം എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്ക് വർഷിപ്പ് വോളണ്ടറി ആവണ്ടേ? ആമേൻ. ആരുടെയും നിർബന്ധത്താലല്ലോ ഇത് സംഭവിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നു, തമ്പേറടി മൂക്കുമ്പോഴാണോ ഈ ആരാധന വരേണ്ടത്? അല്ലല്ലോ. അടങ്ങിയിരിക്കുമ്പോഴും അന്തരംഗത്തിൽ നിന്നൊരു സ്തുതി വരണ്ടേ? വണ്ടി ഓടിച്ചു പോകുമ്പോഴും ആത്മാവിലൊരു ഗീതം വേണ്ടേ? അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവിലൊരു സംഗീതം വേണ്ടേ? ഏത് നേരത്താണ് സംഗീതം വേണ്ടാത്തത്? അർദ്ധരാത്രിക്ക് ഉണർന്നു വരുമ്പോഴും ആത്മാവിന്റെ ഒരു പാട്ടോടുകൂടെ എഴുന്നേറ്റ് വന്നാൽ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സംഗീതത്തോടെ എഴുന്നേറ്റ് വന്നാൽ അതല്ലേ വാസ്തവത്തിലുള്ള ദൈവാരാധന? സ്തോത്രം. വായി കൊണ്ട് ഐ ലവ് യു എന്ന് ദൈവത്തോട് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല, അന്തരംഗമില്ലെങ്കിൽ. അതല്ലേ യെശയ്യാവിന്റെ കാലത്ത് ദൈവം പറഞ്ഞത്, ഈ ജനം അടുത്ത് വന്ന അധരം കൊണ്ടും വായി കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നു പോയിരിക്കുന്നു. ഒരു സമയത്ത് മലാഖിയിൽ ദൈവം പറഞ്ഞത് എന്തെന്നറിയോ? ആരെങ്കിലും പോയി ദേവാലയത്തിന്റെ വാതിലടച്ചിരുന്നെങ്കിൽ, ചവിട്ടിത്തേക്കാൻ എന്തിനു വരെ കയറി വരണം? ജീസസ്. ഇത് വന്ന് ചവിട്ടിത്തേക്കാനുള്ള ഇടമല്ല. സ്തോത്രം. ബഹുമാനിച്ചില്ലെങ്കിൽ ഈ ചവിട്ടിത്തേക്കുകയാണ്. ഇത് അപമാനിക്കാനുള്ള ഇടമല്ല. വന്നാൽ തൊഴുതു വീണ് നെടുമ്പാട് വീണ് ബഹുമാനിച്ച് ആരാധിച്ച് അവിടത്തേക്ക് പുകഴ്ച കൊടുത്ത് അങ്ങേ സ്നേഹിക്കാനുള്ള ഇടമാണ് ദൈവത്തിന്റെ ആരാധന.
ജമന ഹത്തരി വിഗതല ഭൗഷം തറിയ. ഹല്ലേലൂയ. കൂടി വന്ന ആളുകൾക്ക് തമാശയും വേണ്ടാത്ത വർത്തമാനവും പറയുവാനുള്ള ഇടമല്ല. ഹേയ്, പുതിയ നിയമത്തിൽ ആളുകൾ പറയും ദൈവത്തിനൊന്നും കൊടുക്കണ്ട, ആകെ കൊടുക്കാനുള്ള സ്തോത്രമാണ്, ഞാൻ എന്ത് കൊടുക്കും. പക്ഷെ അത് പഴയ നിയമത്തിലെ വാക്യമാണ്, പുതിയ നിയമത്തിലെ വാക്യമല്ല. രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ സ്തുതിക്ക് ആകെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നത് സ്തോത്രം എന്ന കാര്യം മാത്രമാണെന്നാണ്. വേദപുസ്തകം നേരെ ചൊവ്വേ പഠിച്ചു നോക്കൂ. സ്തോത്രം വാസ്തവത്തിൽ ആരാധന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവിംഗ്. എന്താണ് റോമർ 12:1-2? നിങ്ങളുടെ ശരീരങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. പലര് പൈസക്കാരൻ വന്നു, ഇന്നത്തെ ഭാഷയ്ക്ക് പറയണ സഭയിൽ ചേരാൻ വന്നു, യേശുവിൻ്റെ കൂടെ ചേരാൻ വന്നു. യേശു വലിയ പണക്കാരനായിട്ടും അദ്ദേഹത്തോട് പറഞ്ഞു, കൊള്ളാം, പക്ഷെ എൻ്റെ കൂടെ വരണമെങ്കിൽ നിനക്കൊരു പ്രശ്നമുണ്ട്. നിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ തെളിച്ച് പറഞ്ഞില്ല, നീ വലിയ ഭക്തിയും കാര്യമൊക്കെ പറയും, പക്ഷെ പൈസ കൊടുക്കത്തില്ല. പൈസയെക്കുറിച്ച് പറഞ്ഞാലുടൻ സഭയെ പ്രശ്നമായി. അപ്പൊ പിന്നെ ഇവൻ ജഡീകൻ ഉപദേശി കാശും കൊണ്ട് പറഞ്ഞു നടക്കുകയാണ്. കൊടുക്കുന്നതാണ് അങ്ങയുടെ പ്രസംഗം. കാശിന് കൊതിയുള്ള ഉപദേശിമാർ കുറെ പേരുണ്ടെന്നുള്ള ശരിയാണ്, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിലും അസൽ മാനസാന്തരം എന്ന് പറയുന്നത് പേഴ്സ് ഉൾപ്പെടെ മാനസാന്തരപ്പെട്ടതാണ്, വാലറ്റ് ഉൾപ്പെടെ മാനസാന്തരപ്പെട്ടതാണ്, ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് അസൽ ആരാധന. ആമേൻ. ദൈവം തൻ്റെ വേല നടത്താൻ ഇന്ന് കാശ് എവിടുന്ന് കൊണ്ടുവരണം? മേലോകത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവരണോ? ആമേൻ. അത്ഭുതങ്ങളിൽ പാസ്റ്റർ ജോക്കുര്യൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. മേലോകത്തിൽ നിന്നൊരു പൈസ ഇറങ്ങി ഇവിടെ വന്നില്ല. ഇവിടുത്തെ ജനത്തെയാണ് ദൈവം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആമേൻ. ദൈവത്തിന് ഒരു വകയും കൊടുക്കാത്ത നിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാധന ദൈവം സ്വീകരിക്കില്ല പൊന്നു സുഹൃത്തെ. ആമേൻ. യേശു കർശനമായി ആ മനുഷ്യനോട് ഇടപെട്ടു. അയാൾ പണങ്ങിപ്പോയി. യേശു പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. ഇങ്ങനത്തെ ആളുകൾ സഭയിൽ വേണ്ടെന്ന് യേശു പറഞ്ഞു. പൈസയുടെ കാര്യം പറഞ്ഞാൽ പിണങ്ങിപ്പോകുന്നവർ അതല്ല സത്യ ആരാധകൻ, അതല്ല സ്നേഹം. ആമേൻ. അവിടുന്ന് എവിടെ പോകാൻ പറഞ്ഞാലും പോകുന്നതാണ് സ്നേഹം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, ദൈവമേ വേറെ വല്ലവരെയും ഒന്ന് അയച്ച് ആ ദേശത്തൊരു രക്ഷ വരുത്തണമേ എന്നല്ല, നീ വേറെ ആരെയെങ്കിലും എഴുന്നേൽപ്പിക്കണമേ എന്നല്ല, നീ പോകണമെന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിന് അവരവർ തങ്ങളെ തന്നെ സമർപ്പിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനമുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടമുണ്ടായിരിക്കാം, പക്ഷെ എന്താണ് ദൈവഹിതം എന്നാണ് അറിയേണ്ടത്. ആമേൻ. എവിടെയും ദൈവത്തിന്റെ വേല ചെയ്യാം. ഇംഗ്ലണ്ടിൽ ദൈവത്തിന്റെ വേല ചെയ്യാം, അമേരിക്കയിൽ ദൈവത്തിന്റെ വേല ചെയ്യാം, ഇന്ത്യയിൽ ദൈവത്തിന്റെ വേല ചെയ്യാം. പക്ഷേ എവിടെ ദൈവം വിളിച്ചോ അവിടെ ദൈവത്തിന്റെ വേല ചെയ്യണം. എന്നെ വിളിച്ചത് ഇന്ത്യക്കാണ്. ഞാനിങ്ങനെ ഇച്ചിരി യാത്രയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു 31 വർഷം മുമ്പ് ഞാൻ അമേരിക്കയിൽ കുടിയേറിയ ആളാണ്. കുടിയേറിയപ്പോൾ എന്നോട് ആത്മാവ് പറഞ്ഞു, ഇന്ത്യയിൽ ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന്. ഒരു ഡിബേറ്റും ഇല്ല, ഒരു വാദപ്രതിവാദവും ഇല്ല. ആത്മാവ് പറയുന്ന പോലെ പോവുക എന്നേ ഉള്ളൂ. ആമേൻ. ഒരു ലാഭവും നോക്കിയില്ല, ഒരു നഷ്ടവും നോക്കിയില്ല. എനിക്കൊരു നഷ്ടവും ഇല്ല. എന്നെ ഉണ്ടാക്കിയത് ദൈവം. എന്തിനെന്നെ ഉണ്ടാക്കിയെന്ന് അവിടത്തേക്ക് അറിയൂ. അവസാനത്തെ ദിവസം ചെല്ലുമ്പോൾ എന്നെ ഉണ്ടാക്കിയ ഉദ്ദേശം നിവർത്തിച്ചില്ലെങ്കിൽ ഞാൻ പരാജയമാണ്. എനിക്ക് പൈസ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം, എനിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞേക്കാം, എനിക്ക് പേരുണ്ടാക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ അങ്ങ് ഉദ്ദേശിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ ആബ്സല്യൂട്ട് ഫെയിലിയർ. ലോകത്തിൽ എവിടെ പോകാൻ പറഞ്ഞാലും പോകണം, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യണം. അതാണ് ദൈവത്തോടുള്ള അസൽ സ്നേഹം. ആദിമസഭയിൽ അതാണ് സംഭവിച്ചത്. പൗലോസ് പറഞ്ഞതാണ്, എന്ത് സംഭവിച്ചാലും
യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ യാതൊരു ശക്തിക്കും കഴിയില്ല. അത് മരണമാകട്ടെ, ജീവനാകട്ടെ, ഉയർച്ചയാകട്ടെ, താഴ്ചയാകട്ടെ. പാതാള ദൂതന്മാർ എന്നെ പിടിച്ച് പാതാളത്തിന്റെ അടിത്തട്ടിൽ താക്കാൻ സകല പരിശ്രമവും ചെയ്യട്ടെ. അല്ല, എന്റെ കൂടെ വന്നാൽ വേറെ നേട്ടം തരാം എന്നാളുകൾ പറയട്ടെ. ഇതെന്തു വന്നാലും, ഇപ്പോഴുള്ളതിനാകട്ടെ വരുവാനുള്ളതിനാകട്ടെ, പുതിയ കാലത്ത് പുതിയ കുറെ കാര്യങ്ങൾ ഉണ്ടാകട്ടെ, എന്നെ വെല്ലുവിളിച്ചാൽ ലോകമേ, ജഡമേ, നിന്റെ കൂടെ വരില്ല, നിന്റെ കൂടെ വരില്ല. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ച രക്ഷകന്റെ കൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് പോകും. ഒരു സെക്കൻഡ് നേരം അതിന് വിപരീതമായി നിൽക്കില്ല. ഞാൻ വേഗം നിർത്തുന്നു. അടുത്തതും അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. സ്നേഹമാണ് ഈ വചനത്തിന്റെ ആകത്തുക. ഈ വചനം യോഹന്നാന്റെ ലേഖനം നല്ലപോലെ വീട്ടിൽ പോയി വായിക്കണം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സഹോദരനെ സ്നേഹിക്കാത്തവൻ വീണ്ടും ജനിച്ചവനല്ല. അവൻ ഇന്നും മരണത്തിലിരിക്കുന്നു, ജീവനിലേക്ക് അയാൾ കടന്നിട്ടില്ല. ചക്കരവാക്ക് പറയുന്ന സ്നേഹമല്ല. പിന്നെ ആവശ്യത്തിന് മനുഷ്യനെ സഹായിക്കാൻ രംഗത്തെത്തുന്നത്. പണ്ടത്തെ ശബരിയക്കാരൻ്റെ കഥ പറഞ്ഞതുപോലെ, സ്തോത്രം, എനിക്ക് വേണ്ടാത്ത വഴിയാണെന്ന് തോന്നിയേക്കാം. വേണ്ടവർ വേറെ പോയല്ലോ, പുരോഹിതൻ പോയല്ലോ, ലേവ്യൻ പോയല്ലോ, അവരാരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ, ഇവന് ബന്ധമില്ലല്ലോ, ഇവനെ സന്ദർശിക്കുവാൻ അവന് യാതൊരു കടപ്പാടുമില്ലല്ലോ. അതിൻ്റെ നടുവിലും അവനെ സഹായിപ്പാൻ തയ്യാറായതുപോലെ, സ്തോത്രം, അങ്ങോട്ട് കയറി ജനത്തിൻ്റെ ആവശ്യത്തിന് സഹായിക്കുവാൻ മനസ്സുള്ളവരും തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതുമായ ആത്മമണ്ഡലമാണ് ദൈവസഭയുടെ അസൽ മുഖച്ഛായ. ലോകത്തിന് വേണ്ടത് സ്നേഹമല്ലേ? ഇന്നത്തെ കുടുംബങ്ങൾ സ്നേഹം നീങ്ങിപ്പോയിരിക്കുന്നില്ലേ? ഒത്തിരിയിടത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കരമായി പ്രശ്നങ്ങളുണ്ടായി. എന്തുമാത്രം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇല്ലേ? ഒരേ പള്ളിയിൽ തന്നെ എന്തുമാത്രം വിവാഹ മോചനങ്ങൾക്ക് കാരണമുണ്ടാകുന്നു. എല്ലാത്തിൻ്റെയും കാരണം സ്നേഹമില്ലാത്തതല്ലേ? അല്ലേ? സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നുവോ? ഇത് മുടിച്ചു കളഞ്ഞതിനെ ഒന്ന് മടക്കിക്കൊണ്ട് വരണ്ടേ? നശിച്ചു പോയ കുടുംബം ശരിയായി വരണ്ടേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വീട്ടിൽ നിന്ന് മക്കൾ വഴി പിഴച്ചു പോകുന്നത് ഒന്ന് മാറി വരണ്ടേ? സ്തോത്രം. കുടുംബ ബന്ധങ്ങൾ ശക്തമാകണ്ടേ? ദൈവത്തിൻ്റെ സഭയിൽ കയറി വരാൻ ആളുകൾക്ക് ഇഷ്ടം തോന്നണ്ടേ? അത് സ്നേഹിക്കുന്നവർ ജനമായിട്ട് അവർക്ക് തോന്നണ്ടേ? ലോകത്തിലില്ലാത്ത സ്നേഹം ദൈവജനത്തിൻ്റെ ഇടയിലുണ്ട് എന്ന് ഇന്നത്തെ ലോകത്തിൽ വെളിപ്പെടുത്തണ്ടേ? വാസ്തവത്തിൽ അതാണോ ഇന്ന് സംഭവിക്കുന്നത്? സ്വാർത്ഥത ദൈവത്തിൻ്റെ സഭയിൽ കടന്നു കയറി അതിൻ്റെ അത്തിച്ച കോടിയിൽ നൃത്തം ചവിട്ടി നിൽക്കുന്ന ഒരു കാലമല്ലേ ഇന്നത്തെ കാലം? ആർക്കും മീതെ എന്നെ തന്നെ ഉയർത്തണം, എനിക്കത് വേണം, ആ സ്ഥാനം വേണം, ആ അധികാരം വേണം. അതിനു വേണ്ടി ചെയ്യാവുന്ന വഴികൾ, ചെയ്തുകൂടാത്ത വഴികളും ചെയ്തു കൂട്ടുന്ന ഇന്നത്തെ കാലം. ഈ വേദപുസ്തകം പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാണ്. എത്ര മനുഷ്യർ മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്തി ആക്ഷേപിക്കുക എന്നുള്ളത് ഈ സഭയുടെ ഒരു ചരിത്രമായി ഇന്നത്തെ നിലയ്ക്ക് മാറിയിരിക്കുന്നുണ്ട്. ആമേൻ. ഈ പുസ്തകം ശരിക്കും പരിശോധിച്ചാൽ അവരെല്ലാം കുലപാതകന്മാരാണ്. യാതൊരു കുലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല. ഹല്ലേലൂയ. ആരിൽ എവിടെ കുറ്റമുണ്ടെന്ന് കണ്ടെത്തുകയല്ല നിങ്ങളുടെ ജോലി. കുറ്റമുണ്ടെന്ന് കണ്ടെത്തിയാൽ നേരിട്ട് ചെന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്താൻ നിങ്ങൾക്ക് പരിശ്രമിക്കാം. പക്ഷേ ദൂഷണം പറഞ്ഞ്, ആമേൻ, സോറി ടു സേ, ഇന്നത്തെ ഫേസ്ബുക്ക് കുറേ ആളുകൾക്ക് മറ്റുള്ളവരെ ആക്ഷേപിക്കാനുള്ള ഒരു മാർഗമായി ഇന്നത്തെ സോഷ്യൽ മീഡിയ കുറേ പെന്തിക്കോസ്തുകാർക്ക് തീർന്നിരിക്കുന്നിടത്ത് നിങ്ങളും ദൈവവുമായിട്ട് എന്ത് ബന്ധം?
നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവോ? നിങ്ങൾ ആരെ പണിയുന്നു? നിങ്ങൾ ഒരുവനെ ഇടിച്ച് നശിപ്പിക്കാൻ വിചാരിച്ചാൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, ദൈവം പണിയുന്നവനെ നശിപ്പിക്കാൻ മുഴുവൻ അഖിലാണ്ടവും നോക്കിയാൽ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് കുറെ തെറ്റിദ്ധാരണകൾ പരത്താൻ സാധിച്ചേക്കാം, പക്ഷേ ദൈവം പണിയേണ്ടവനെ ദൈവം പണിയും. ദൈവം നിലനിർത്തേണ്ടവനെ ദൈവം നിലനിർത്തും. ഹല്ലേലൂയ. ഇന്നത്തെ ലോകം ആത്മലോകം അധഃപതനത്തിൻ്റെ ഒരു ലോകമായി. ഞാനും ഈ സമൂഹത്തിൻ്റെ ഒരു ചുമതലക്കാരൻ. ദുഃഖത്തോടെ ഞാൻ ഇന്ന് വേല ചെയ്യുന്നു. സോറി ടു സേ, ദുഃഖത്തോടെ ഈ വേല ചെയ്യുന്നു. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെന്തിക്കോസ്തിലെ നേതാവായിരിക്കുന്നതിൻ്റെ ആക്ഷേപകരമായ ഒരു കാര്യം അഖിലാണ്ടത്തിൽ വിറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രൂ. ഇത്രയും നാണം കെട്ടൊരു പണി ലോകത്തിൽ വിറയില്ല. പക്ഷേ അതിനകത്തുനിന്ന് ദൈവം വിടാത്തത് കൊണ്ട് മാത്രം. പല തവണ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്നെ വിടാത്തത് കൊണ്ട് മാത്രം ഞാനിത് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, ഈ ലോകത്തിന് സ്നേഹം വേണം, ജനത്തിന് വിടുതലിൻ്റെ വഴി വേണം. അതിന് ദൈവം കണ്ടത് ഈ പെന്തിക്കോസ്ത് കൂട്ടത്തെയാണ്. സ്തോത്രം. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഷ ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾ മേലാൽ സഭയായിരിക്കില്ല. ദൈവം അതിന് വേറെ വഴി കണ്ടെത്തും. നല്ല ഒലിവിനെ ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിനെ എടുക്കാൻ ഇഷ്ടം തോന്നിയവൻ. ഇന്നത്തെ ജനം മര്യാദയ്ക്ക് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നില്ലെങ്കിൽ സ്നേഹിക്കുന്നൊരു കൂട്ടത്തെ ദൈവത്തിന് എടുക്കണം. ലോകത്തിന് സ്നേഹം വേണം. ഇന്നത്തെ വൈരത്തിന് നടുവിൽ, ഇന്നത്തെ ടെററിസത്തിന് നടുവിൽ, ഇന്നത്തെ തകർച്ചയുടെ നടുവിൽ ദൈവത്തിന് വേണ്ടത് അസൽ സ്നേഹമാണ്. സ്വാർത്ഥതയുടെ മണ്ഡലമല്ല ദൈവത്തിന് വേണ്ടത്. സ്വാർത്ഥന്മാർ ദൈവസഭയ്ക്ക് കൊള്ളില്ല. സ്വാർത്ഥന്മാർ ദൈവത്തിന് ചേരില്ല. ഇതിന്റെ തത്വം സ്വാർത്ഥതയല്ല, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് ഇതിന്റെ നിയമം. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരേണ്ടത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ആ ബന്ധത്തിലേക്ക് മടങ്ങി വരണം. നഷ്ടപ്പെട്ടു പോയ ആത്മീക കൂട്ടായ്മയുടെ ബന്ധം തിരിച്ചു സ്ഥാപിക്കണം. ദൈവത്തുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ ആത്മാവ് വരും. ബന്ധം സ്ഥാപിച്ചാൽ കൃപാവരങ്ങൾ ഉണ്ടാവും. ബന്ധം സ്ഥാപിച്ചാൽ നിങ്ങൾ വിശുദ്ധമായിരിക്കും. ബന്ധം സ്ഥാപിച്ചാൽ ദൈവ സാന്നിധ്യം നിരന്തരം വസിക്കും. ആ ബന്ധം സ്ഥാപിക്കാതെ എന്തെല്ലാം ആത്മീയത്തിന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയാലും അതിനകത്ത് ആത്മീയം ഉണ്ടാവില്ല. അല്പനേരം നിങ്ങൾ തുള്ളിക്കഴിഞ്ഞ് അപ്പുറത്ത് മാറി നിങ്ങൾ പാപത്തിന് പോകും. ഒന്നുകൂടെ പറയുന്നു, ഇതിനകത്ത് പാപം പ്രവേശിക്കാൻ സമ്മതിക്കാത്ത ഒരു സ്നേഹം, തെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ദൈവസ്നേഹം, ഈ വചനത്തിന് വിപരീതമായി ഒരു വാക്ക് പറയാൻ പറ്റാത്ത ഒരു ദൈവിക ബന്ധം, ഇതിന് വിപരീതമായ ഒരു വാക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരാത്മമണ്ഡലം ഇതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ പേരാണ് ഉണർവ്. ചിലപ്പോഴവരെപ്പോഴും തുള്ളി എന്ന് വരില്ല. തുള്ളണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെപ്പോഴും തുള്ളി എന്ന് വരില്ല. അവരുടെ അന്തരംഗം തുടിച്ചുകൊണ്ടിരിക്കും, അവരുടെ അന്തരംഗം ജീവിച്ചുകൊണ്ടിരിക്കും. ഓ ജീസസ്, ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കുമോ? എങ്ങനെയുണ്ട് ഹൃദയത്തിൻ്റെ ബന്ധം? ആത്മസാന്നിധ്യം ഒരിക്കൽ അനുഭവിച്ചവരെ അതിൻ്റെ ചൂട് ഇന്നും അന്തരംഗത്തിലുണ്ടോ? ആരാധനയുടെ തീഷ്ണത ഉള്ളത്തിൽ കയറി മാൻ ഓടിയതുപോലെ ഓടിയവരുണ്ടല്ലോ. രാത്രി ആ അനുഭവമുണ്ടോ? ഈ കാലത്തിൽ അതിൻ്റെ അനുഭവമുണ്ടോ? വചനം വായിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ജാഗരിക്കാനും സമയം കണ്ടെത്തിയ സമയമുണ്ടായിരുന്നു. ഇന്ന് ലോകം കയറിയപ്പോൾ തിരക്ക് കൂടി. ഇതിൻ്റെ എല്ലാം പിന്നാലെ പോകുമ്പോൾ ദൈവത്തിന് വിളിച്ചു പറയാനുള്ളത്, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവേൻ, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവേൻ. മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. ദൈവത്തിന് തന്റെ മഹത്വം നിശ്ചയമായിട്ടും ഇന്നത്തെ സഭയിൽ വെളിപ്പെടുത്തണം, സകല ജനത്തിന്റെ മേലും വെളിപ്പെടുത്തണം. ഈ ബന്ധത്തിന്റെ സ്ഥാപനമാണ്, പുനഃസ്ഥാപനമാണ് ദൈവം തന്റെ ജനത്തോടൊന്ന് ചോദിക്കുന്നത്.
അതിന് നിലവിളി വേണ്ടി വരും, അതിന് അനുതാപം വേണ്ടി വരും. അതല്ലേ പറഞ്ഞിരിക്കുന്നത്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത്. എവിടെയാണ് ഈ സംഭവം തുടങ്ങിയത്? എന്നാണ് ഈ കേട് പറ്റിത്തുടങ്ങിയത്? എന്നാണ് ലോകം പിടികൂടിയത്? എന്നാണ് ജലം കയറി പിടിമുറുക്കിയത്? എന്നാണ് സ്വയം എൻ്റെ അകത്ത് കത്തി ജ്വലിച്ചത്? അതിൻ്റെ വേരിട്ടത് എവിടെയാണ്? ഇന്ന് രാത്രിയും ഏത് ദിവസവും അത് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിൻ്റെ വേര് പിഴുതെടുത്ത് കളഞ്ഞ്. സ്നേഹമില്ല, സ്നേഹം ഹാർട്ടിൻ്റെ ഒരു കാര്യമല്ലേ? ഇവിടെയല്ലേ സ്നേഹം നിറയുന്നത്? വന്നാൽ ഇവിടെയല്ലേ ഫീൽ ചെയ്യുന്നത്? സ്നേഹമില്ലെങ്കിൽ ഇവിടെയല്ലേ ഫീൽ ചെയ്യുന്നത്? സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹാർട്ട് ഡിസീസ്. ഹൃദ്രോഗം വന്നാൽ പെട്ടെന്നല്ലേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്? അല്ലേ? എമർജൻസി കൊണ്ടുപോയി കുറേ നേരം ഇരുത്തിയിട്ടാണോ? വരുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ സഭയ്ക്ക് ഇതിനകത്തൊരു സർജറി വേണം, അന്തരംഗത്തിന് സർജറി വേണം. ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ ഇറങ്ങണം, എല്ലാ കോണുകളിലേക്ക് ഇറങ്ങണം, അതിൻ്റെ ഓരോ സെല്ലിലേക്ക് ഇറങ്ങണം, അതിൻ്റെ ഓരോ ആർട്ടറികളിലേക്ക് ഇറങ്ങണം. ഇറങ്ങിയിട്ട് ദൈവത്തിന് ഇതിനകത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ എടുത്തു നീക്കിയിട്ട് ഇതിനെ ഒന്ന് സൗഖ്യമാക്കിയിട്ട് പറയണം, എൻ്റെ ജനത്തിൻ്റെ ഹൃദയം ശരിയായി, എൻ്റെ ജനത്തിൻ്റെ ബന്ധം ശരിയായി. എൻ്റെ ജനത്തിൻ്റെ ബന്ധം ശരിയാകുമ്പോൾ ഞാൻ മടങ്ങി വരും, എൻ്റെ മഹത്വത്തോടെ മടങ്ങി വരും, എൻ്റെ അധികാരത്തോടെ മടങ്ങി വരും, എൻ്റെ സൗഖ്യത്തോടെ മടങ്ങി വരും, എൻ്റെ വിടുതലോടെ മടങ്ങി വരും. എൻ്റെ ജനത്തെ എനിക്ക് ശോഭയോടുകൂടി ഇനിയും ദേശത്ത് നിർത്തണം. മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ആത്മീക മഹത്വം പോയെടുത്ത് അത് തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യക്കാർക്ക് കഴിയും എന്ന് നിങ്ങൾക്കറിയാമോ? ജീസസ് സ്നേഹത്തിൻ്റെ മാനദണ്ഡവുമായി അതിൻ്റെ നിലയുമായി ജനം ഈ ദേശത്ത് നിൽക്കട്ടെ, നമ്മുടെ രാജ്യത്ത് നിൽക്കട്ടെ. ദൈവത്തിന് തൻ്റെ വീര്യപ്രവൃത്തി അയക്കാനാണ്, ഉണർവ് അയക്കാനാണ്. നിശ്ചയമായിട്ട് ഉണർവ് വരും. ഞാൻ എടുത്തു പറയുന്നു, ഉണർവ് വരും, ഉണർവ് വരും, ഉണർവ് വരുമെന്ന് ആത്മാവ് പറഞ്ഞു. കുറേ പേര് വിശ്വസിക്കുന്നില്ല, കുറേ പേര് കളിയാക്കുന്നു. ദാറ്റ്സ് ഓക്കെ, അവർ കളിയാക്കിക്കോട്ടെ. വിശ്വസിക്കുന്നവൻ, കേട്ടവൻ വിശ്വസിച്ച് ജാഗരിക്കൂ, ഉണർവ് വരും. ദൈവം പറഞ്ഞു ചെയ്യൂ, സംഭവിക്കും. ഞാൻ എടുത്തു പറയുന്നു, വേറെ ഒറ്റയാളും അതിന് നിന്നില്ലെങ്കിലും നിന്നോട് പറഞ്ഞത് നീ പാലിച്ചോളൂ, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. ദൈവത്തിന് തന്റെ വാക്ക് നിവർത്തിച്ചേ പറ്റുള്ളൂ. ഈ തലമുറ ഇങ്ങനെ അവസാനിക്കാൻ പറ്റില്ല, ഇത് ജീവനോടെ പോകാൻ പറ്റുള്ളൂ. എവിടെ എന്റെ അരുളപ്പാട് കേട്ടവൻ? എവിടെ എന്റെ വചനം കേട്ടവൻ? എന്റെ വചനം അന്തരംഗത്തിൽ കത്തിയവൻ എവിടെ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു ചോദിക്കുന്നു. ജീസസ്, എല്ലാ എതിർ ശക്തികളുടെയും നടുവിൽ, എല്ലാ പരിഹാസങ്ങളുടെയും നടുവിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ അരുളപ്പാട് കേട്ടവൻ ഇന്ന് രാത്രി ധൈര്യമായി എഴുന്നേക്കണം, ധൈര്യമായി എഴുന്നേക്കണം. ഇതിനെതിരെയുള്ള ശബ്ദത്തെ ഇന്ന് രാത്രി ആത്മാവിൽ നിഷേധിച്ചു കളയണം. പിശാചിന്റെ വാക്കുകളെ തള്ളിക്കളയണം. ആത്മാവിന്റെ ശബ്ദം വിളിച്ചു പറയണം, ഉച്ചത്തിൽ വിളിച്ചു പറയണം. അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. അവിടുത്തെ വാക്കിന് നിവർത്തിയുണ്ടാവും. ഇനിയും ഒരു ഉണർവുണ്ടാവും. Oh Jesus, would you stand up for a minute please? Oh ribigadaga shantura bahasanteni chukala rabediriga gausham turiya. അങ്ങ് ദൂരദേശത്തൊരു ഉണർവ് വരാൻ കാത്തിരിക്കണ്ട, വേറൊരു വ്യക്തിയുടെ മേൽ ഒരു ഉണർവ് വരാൻ കാത്തിരിക്കണ്ട. അത് എന്നിൽ വരണം, എന്നിൽ വരണം. എനിക്ക് TJ സാമുവൽ വരണം. നിങ്ങൾക്ക് ഓരോരുത്തർ വ്യക്തിപരമായി വിളിച്ചു പറയണം, എന്നിൽ വരണം. എന്നിൽ ദൈവത്തിന്റെ തീ കത്തിയാൽ ഇതിവിടെ ഒതുക്കാനുള്ളതല്ല, ഇതിവിടെ പരിമിതപ്പെടുത്താനുള്ളതല്ല, ഇത് പകരാനുള്ളതാണ്, ഇത് കത്തിക്കാനുള്ളതാണ്, ഇത് ജ്വലിപ്പിക്കാനുള്ളതാണ്, ഇത് ദേശം ദേശം പോകാനുള്ളതാണ്, രാജ്യം രാജ്യം പോകാനുള്ളതാണ്, വ്യക്തികൾ വ്യക്തികൾ സ്പർശിക്കപ്പെടേണ്ടതാണ്.
ജീസസ്. സത്യമായിട്ട് പറയൂ, ശരിക്കും ഒരാഗ്രഹമുണ്ടോ മടങ്ങി വരാൻ? ഒരു തീം ഇവിടെ പറഞ്ഞു. That's a different thing. Do you really want to return to God? If you do, അന്തരംഗം തുറന്ന് ഒന്ന് ചങ്കു പൊട്ടി ഒന്ന് പറയാവോ? God, break me. പലപ്പോഴും എന്റെ ഹൃദയം പൊട്ടുന്നില്ല, മരവിച്ചിരിക്കുന്നു. ആത്മാവേ, ഒരു ഭയങ്കര തീ ഒന്ന് അയക്കണമേ. ഈ മരവിപ്പൊന്ന് മാറ്റുന്ന ഒരു ഭയങ്കര തീ ഒന്ന് അയക്കണമേ. കാലങ്ങളായി ഞാൻ അനങ്ങാതിരിക്കുകയാണ്, ഞാൻ മരവിച്ചിരിക്കുകയാണ്, ഞാൻ തരിച്ചിരിക്കുകയാണ്. ജീസസ് എന്നെ ഉടയ്ക്കുന്ന, എന്റെ അവസ്ഥകളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിവ്യ പ്രവൃത്തി വരണമേ. അങ്ങയുടെ ചുറ്റികയെടുത്ത് ആഞ്ഞെന്റെ മേലൊന്ന് അടിക്കണമേ, ആഞ്ഞെന്റെ മേലൊന്ന് അടിക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. ജീസസ് പ്രബദല ഹദിനികടകശ്യ. ജീസസ് ഹാർട്ട് നിലച്ചു പോയി തോന്നാൽ ചിലപ്പോൾ ഇടിച്ച് ജീവൻ വരുത്തുന്നത് പോലെ. Let a mighty work of the Spirit. Maybe ഒരു ദണ്ഡനത്തിന്റെ ഒരു ശക്തി, ദൈവത്തിന്റെ ആത്മാവ് മേലിൽ നോവിക്കുന്ന ഒരു ശക്തി ഇതിനകത്തോട്ട് അയച്ചിട്ടായാലും നമ്മെ ജീവനിലേക്ക് മടക്കി വിടും. കമാൺ, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുക. ആത്മാവെ, somehow revive me. എല്ലാ ബന്ധങ്ങളും ശരിയാക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടേ പോകാവേ, ഒരു തീരുമാനം എടുത്തിട്ടേ പോകാവേ. കുടുംബ ബന്ധം തകർന്നത് ശരിയാക്കാൻ ഇന്ന് തീരുമാനം എടുത്തിട്ടേ പോകാവേ. ഹല്ലേലൂയ. മക്കളുമായിട്ട് റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആയത് നന്നാക്കാൻ തീരുമാനം എടുത്തിട്ടേ പോകാവേ. സഭാ മണ്ഡലത്തിലെ തകർച്ചകൾക്ക് ഇന്നൊരു പരിഹാരം വരുത്താൻ തീരുമാനിച്ചിട്ടേ പോകാവേ. എല്ലാത്തിനുപരിയായി ആ സജീവ ബന്ധത്തിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഒന്ന് കരമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കുമോ? കമണധരം തുറക്കുമോ? ഹൃദയങ്ങളെ തുറക്കുമോ? വോളണ്ടിയർലി, ഞാൻ പറയുന്നത് കൊണ്ടല്ല, ഇന്ന് രാത്രി ആത്മാവിന്റെ ഒരു നിയോഗം ഇതിനകത്ത് വരുന്നവർ അന്തരംഗം തുറന്ന അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ജാഗരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സ്പർശനമില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. I need a visitation. I am coming back. I am repenting. ഞാൻ മാനസാന്തരപ്പെടുന്നു, ഞാൻ അനുദപിക്കുന്നു, ഞാൻ മടങ്ങി വരുന്നു. ദേശത്തിന്റെ മേൽ വെളിപ്പെടുവാനുള്ള ഒരാത്മപ്രവർത്തിക്കായി ഇന്ന് രാത്രി അടിയങ്ങൾ പ്രാർത്ഥിക്കും. ജീസസ്, ആത്മാവേ, ഇന്ന് രാത്രി അങ്ങ് വ്യക്തിപരമായി ഇടപെടുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ടല്ലോ. ചിലരെ പേര് ചൊല്ലി വിളിച്ച് ദൈവപ്രവർത്തിക്ക് നിയമിച്ചിരിക്കുന്ന ചില ഇന്ന് രാത്രി ഇതിനകത്ത് നിൽപ്പുണ്ടല്ലോ. നാളുകളായിട്ടുള്ള തേങ്ങലുകളും അന്തരംഗത്തിന്റെ നിലവിളിയും പുറത്തു പറയാൻ പറ്റാതെ ഒതുങ്ങിക്കഴിയുന്ന മണ്ഡലത്തിന്റെ മേലും അതിനെ കാണുന്ന ദൈവം ഇന്ന് രാത്രി അങ്ങയുടെ മുദ്ര പ്രത്യേകം അവരുടെ മേലിട്ട് അങ്ങയുടെ ഒരു ട്രേഡ് മാർക്കായിട്ട് അവരെ എടുത്ത് ജനത്തിന്റെ മുൻപാകെ നിർത്തുവാൻ ഇന്ന് രാത്രി അങ്ങ് വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കമാൺ, ആ സ്ഥലത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തികൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോളൂ. ദൈവത്തിന്റെ ചില പ്രത്യേക അടയാളങ്ങളോടുകൂടെ നിയോഗങ്ങളോടുകൂടെ ജനത്തിൽ ചിലരെ വിശുദ്ധീകരിക്കും. ജീസസ് 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 ആത്മാവിൽ പ്രത്യേകമായി വിശ്വാസം ഇന്ന് രാത്രി ചിലരുടെ അകത്ത് പകർന്നു. ഒരു നിയമമാക്കി, ഒരു മാനദണ്ഡമാക്കി നിന്നെ നിർത്തുവാൻ
ആത്മാവ് ഒരുക്കുന്ന വ്യക്തികളെ ഇന്ന് രാത്രി അവിടുത്തെ നിയോഗം കൈക്കൊള്ളുവീൻ. പരിഹാസം ചൊല്ലി ശത്രു മേക്കുവരുമ്പോ, പരിഹാസം ചൊല്ലി ശത്രു മേക്കുവരുമ്പോ, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാലിടുന്നുള്ളൂ. കൂട്ടുകാരിൽ ഭാരമായി തന്നെ കൂട്ടുകാരിൽ ഭാരമായി തന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിലേറുന്ന യേശുപോരായി, നല്ല പെറ്റമ്മയിലേറുന്ന യേശുപോരായി. ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാലിടുന്നുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാലിടത്തിൽ വേല ചെയ്യുക, അതിലാശ്രയിച്ചു പാലിടത്തിൽ വേല ചെയ്യുക. ജീവിതമോ ഭാഗ്യം പാലിടത്തുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടത്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും പേരിടും നേരം, കഷ്ടതയും പട്ടിണിയും പേരിടും നേരം, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുക, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുക. ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാലിടത്തിൽ വേല ചെയ്യുക, അതിലാശ്രയിച്ചു മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാലിടത്തിൽ വേല ചെയ്യുക, അതിലാശ്രയിച്ചു പാലിടത്തിൽ വേല ചെയ്യുക. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാലിടത്തിൽ വേല ചെയ്യുക, അതിലാശ്രയിച്ചു പാലിടത്തിൽ വേല ചെയ്യുക. കൂട്ടുകാരിൽ ഭാരമായി തന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ ഭാരമായി തന്നെ പോറ്റുന്ന നല്ല പച്ചമയിലുന്ന യേശുപോരായോ, നല്ല പച്ചമയിലുന്ന യേശുപോരായോ. അവൻ കൂട്ടുകാരിൽ ഭാരമായി തന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ ഭാരമായി എന്നെ പോറ്റുന്ന നല്ല പച്ചമയിലുന്ന യേശുപോരായോ, നല്ല പച്ചമയിലുന്ന യേശുപോരായോ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ഓ ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാലിടുന്നുള്ളൂ. മകൾ ഭാഗ്യമാം ജീവിതം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ഓ ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാലിടുന്നുള്ളൂ. മകൾ ഭാഗ്യമാം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ഓ കഷ്ടതയും കട്ടിണിയും നേരിടും നേരം, പട്ടിണിയും നേരിടും നേരം, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുക, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുക. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ജീവിതമോ ഭാഗ്യം പാലിടുന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതമോ ഭാഗ്യം
Atudura Bachara, Ikamarandare, Antelura Baltara, Ikamaranda Shekara, Talabaudara Dare, Atavil, and the Delaware Atavil Parade, Kamaranda Shidaraman Talabo, Ramaranda Chara Valtari, Kamarandare, Ikamaranda Shekamarandari, Kanada, in the Yatri Parishudha Mavana Sanidya, yes, ശക്തി രാത്രി അവൻ നമ്മളെ പകരുകയ രാത്രി ദൈവത്തിന്റെ രാസഭ പറഞ്ഞതുപോലെ ഉച്ച മുതൽ ഉള്ളതാണ് പുതിയ ശക്തി പുതിയ ശക്തി പഴയതല്ല പഴയതല്ല ഇന്ന് രാത്രി ഒരു പുതിയ ആത്മാവിന്റെ സാന്നിധ്യം ദൈവാത്മാവിന്റെ ശക്തി പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ ശക്തിയോടുകൂടെ ആരും മൗനമായി നിൽക്കാതെ ആരും അലക്ഷ്യമായി നിൽക്കാതെ ഇന്ന് രാത്രി പ്രാപിക്കേണ്ടത് പ്രാപിച്ചോ പുതിയ ഭാഷ നിന്റെ നാവിനെ പരിശുദ്ധമാവ് തൊടുന്നു ഇന്ന് രാത്രി ആത്മാവ് നിന്റെ നാവിനെ തൊടുക ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ ചലിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി ചലിക്കുന്ന ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമ ജീവിതം മകൾ ഭാഗ്യമ ജീവിതം എത്ര പേർക്ക് പറയാൻ പറ്റും ക്രിസ്തീയ ജീവിതം പോലെയുള്ളോ ചേർന്ന് ഓ ക്രിസ്തീയ മകൾ ഭാഗ്യമ ജീവിതം മകൾ ജീവിതം ചേർന്ന് പാടുമ്പോ ഓ മാറാത്ത വാഗ്ദത്തം ശക്തിയോടെ അതിലാശ്രയിച്ചു ഭാരിടത്തിൽ വേല ചെയ്യും അതിലാശ്രയിച്ചു ഭാരിടത്തിൽ വേല ചെയ്യുന്ന ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ഭാഗ്യം ഭാരി രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞാൽ ക്രിസ്തീയ സഭ ഒരുമിച്ച് കമാൻ കമാൻ ശബ്ദം ഉയരട്ടെ ക്രിസ്തീയ മാറാത്ത രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞാൽ അങ്ങയുടെ വേല ചെയ്യുവാൻ വേല ചെയ്യും ഞാൻ ക്രിസ്ത്യ ക്രിസ്ത്യ ജീവിതം കൂട്ടുകാരിൽ പരമായി
നമ്മെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഓ കൂട്ടുകാരി, അവന്റെ അഭിഷേകത്തിന്റെ തൈലം അവൻ നമ്മുടെ മേൽ പകർന്നു. കൂട്ടുകാരി പരമായി ആനന്ദ തൈലത്താൽ നമ്മെ നിറയ്ക്കുന്നവൻ. Thank you, Lord. We praise your name. അൻപേറുന്ന യേശു പോരായി, യേശു പോരായി ക്രിസ്ത്യ ക്രിസ്ത്യ ഭാഗ്യ മാറാത്ത അമ്മ ഞങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടല്ലോ, അങ്ങനെ രാജ്യത്ത് ഞങ്ങളെ എത്തിക്കാമെന്ന്. യെസ്, ഒരു മടങ്ങി വരവ് ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ആത്മാവിലേക്ക് വേല ചെയ്യും ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യ ഭാരിലെന്തുള്ളു ക്രിസ്ത്യ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഒരു മടങ്ങി വരുവനായി ഞാൻ ആഗ്രഹിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഈ രാത്രി എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നു. എത്ര പേർ ആഗ്രഹത്തോടെ പറയാൻ കഴിയുന്നു? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെട്ടു എന്ന് പറയുവാൻ താല്പര്യമുള്ളവർ, എന്റെ ഹൃദയത്തോട് സംസാരിച്ചു എന്ന് പറയുവാൻ താല്പര്യമുള്ളവർ ആ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരല്പസമയം കർത്താവിനെ സ്തുതിക്കുമോ? ഓ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടു കഴിഞ്ഞു. ഒരു മടങ്ങി വരവ്, ഒരു മടങ്ങി വരവ്, ഒരു മടങ്ങി വരവ്, ഒരു മടങ്ങി വരവ്. ആദ്യ സ്നേഹത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, ദൈവിക പ്രമാണത്തിലേക്ക്, ദൈവത്തിന്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരുവാ. ആ കരങ്ങൾ ഉയർത്തി നാം ദൈവത്തിൽ നിൽക്കുമ്പോൾ, ദൈവദാസന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേര് പറയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം? ഇന്ന് രാത്രി തുടർന്ന് കർത്താവിന്റെ ദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ശമ്പൽ സാറ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. എല്ലാവരും കരം ഉയർത്തിപ്പിടിച്ചാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. പിതാവേ, അങ്ങ് വാക്കു പാലിക്കുന്ന ദൈവമാണ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ആകാശം മാറിയാലും അങ്ങയുടെ വാക്കിന് മാറ്റമില്ല. ഹല്ലേലൂയ. ഇന്ന് അങ്ങയുടെ വാക്ക് നിവർത്തിക്കാൻ അങ്ങ് ഈ സ്ഥലത്തുണ്ട്. We praise you, Jesus. അങ്ങയുടെ വാക്കിനെ പിന്തുടരുന്നു. Hallelujah. Hallelujah. മടങ്ങി വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പല വീഴ്ചകൾ ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങളുടെ അശ്രദ്ധകൾ, ഞങ്ങളുടെ മനഃപൂർവ്വ പാപങ്ങൾ, ഞങ്ങളുടെ അറിവുകേടുകൾ പലതുകൊണ്ടും ഞങ്ങൾക്ക് വീഴ്ച ഭവിച്ചു. ദൈവമേ, ദയവായി ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. പിതാവേ, പ്രത്യേകിച്ച് അങ്ങ് ഇതിനകത്ത് ഇന്ന് മുദ്രയിടുന്ന അങ്ങയുടെ വിശുദ്ധ ശേഷിപ്പിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഉദ്ദേശത്തോടുകൂടി അങ്ങ് ചില നിയമനങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നവരുണ്ട്. അവരുടെ സീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ പ്രവൃത്തി ഇന്ന് രാത്രി അവരിൽ ആരംഭിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. മരവിപ്പ് വരുത്തിയ ആവരണങ്ങൾ മീതെ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, അവിടുത്തെ സാന്നിധ്യത്താലും ഇന്ന് രാത്രി ഇവിടെ പകരുന്ന അങ്ങയുടെ വചനത്തിന്റെ അധികാരത്താലും ദൈവ സാന്നിധ്യത്തെ അകറ്റിക്കളയുന്ന ആ ആവരണങ്ങൾ ഇന്ന് രാത്രി നിർവീര്യമായി പോകട്ടെ. അവിടുത്തെ മഹത്വം ഇതിന്റെ മേൽ വരണമേ. ഒരു ശക്തി ഇന്ന് രാത്രി ഇവിടെ പ്രത്യക്ഷമാകണമേ. ഞങ്ങളുടെ മേൽ പ്രത്യക്ഷമാകണമേ. പിതാവേ, ഈ രാത്രി അങ്ങയുടെ ആത്മാവ് വ്യക്തിപരമായി ഞങ്ങളോട് ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ ജനം മടങ്ങി വരേണ്ടതിന് അങ്ങ് മടക്കി വരുത്തുന്നതിനായി സ്തോത്രം.
അതിനെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഇത് രാത്രി നിർവീര്യമെന്ന് കൽപ്പിക്കുന്നു. ആമേൻ. പാതാളത്തിന്റെ ആഗ്രഹങ്ങളെ ശൂന്യമെന്ന് കൽപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അതിന്റെ സകല പദ്ധതികളുമായി Thank you, Lord. ഇന്ന് രാത്രി ആകാശ മണ്ഡലത്തിൽ ചുറ്റി Oh, in the name of Jesus. ഈ ദേശാധിപതിയുടെ സകല വ്യാപാരങ്ങളുടെ പേരിൽ Kuba, 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 രാത്രി Kuba. സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ എന്ന് In the കൽപ്പിക്കുന്നു. name of Jesus. In the name of Jesus. Amen. വിശ്വസിക്കുന്നവന്റെ വിശ്വാസം Amen. Hallelujah. ഇന്ന് രാത്രി അതിന്റെ അതിരുകളെ ഭേദിച്ച് ആത്മമണ്ഡലത്തിലേക്ക് ഉയർത്തപ്പെടട്ടെ. There be a release of the glorious presence of God upon those people tonight. Yes, Lord. Hallelujah. Thank you, Jesus. We thank you and we give you glory. We give you praise. Hallelujah. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും ദയവായി ഇരിപ്പിടങ്ങളിൽ ഇരുന്നാട്ട്. രാത്രി ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു പ്രസംഗമല്ല ഇന്ന് രാത്രി നാം കേട്ടത്. പിന്നെയോ ഒരു വലിയ അനുഭവത്തിലേക്ക്, ഒരു മടങ്ങി വരവിലേക്ക്, ഒരു യഥാസ്ഥാപനത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് എന്നെ എൻ്റെ കർത്താവ് മടക്കി വരുത്തി എന്ന് വിശ്വാസമുള്ളവർ, അനുഭവിച്ചവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിശക്തമായ ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. ആമേൻ. സ്തോത്രം. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റിന് വേണ്ടി നമ്മുടെ MPയുടെ വൈസ് പ്രസിഡന്റും ട്രസ്റ്റിയുമായിരിക്കുന്ന ബാബു സഖിയ പാസ്റ്ററിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ഒരു പകലും മനോഹരമായ മറ്റൊരു രാത്രിയും നമുക്ക് ദൈവം തന്നു. കർത്താവിൻ്റെ അഭിഷിക്തന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട, നമ്മുടെ ആത്മാവിന് കുളിർമ നൽകുന്ന, സന്തോഷം നൽകുന്ന, വിടുതൽ നൽകുന്ന സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പിന്നെയും നമ്മെ അനുഗ്രഹിക്കും. നാളെ നമ്മുടെ മീറ്റിംഗ് 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 9:30 മുതൽ 10 മണി വരെ, അത് വേണേൽ 9:10 ആക്കാം, കുഴപ്പമില്ല, 1 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സ്പീക്കറിൻ്റെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അതിലിട്ടാൽ പാസ്റ്റർ ജെഫിയുടെ നേതൃത്വത്തിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. 9:30 to 10:30. 2 മണിക്ക് ലേഡീസ് മീറ്റിംഗ് ഇവിടെ നടക്കും. നമ്മുടെ വാത്സല്യ ബഹുമാന്യായ കർത്താവിൻ്റെ ദാസി അഞ്ജലി പോൾ ആ സഹോദരിമാരുടെ ബന്ധത്തിൽ വചനം സംസാരിക്കും. മെയിൻ ഹോളിലാണ് നടക്കുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നോമിനേഷൻ പേപ്പർ കൊടുത്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ ഇന്ന് വൈകിട്ട് തന്നെ അത് കൊടുക്കണം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ജോകുര്യൻ ആസ്വാദം പറയുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ സമ്മേളനത്തിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും കർത്താവെ അങ്ങേ ആരാധിപ്പാനും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും സമൃദ്ധിയായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും ഒരു മടങ്ങി വരവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുന്ന, അനേകരെ ഒരുക്കുന്ന ആഴമായ ആത്മീയ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഞങ്ങളെ ഞങ്ങളുടെ വചനത്തിലൂടെ ആഹ്വാനം ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിച്ച് ഞങ്ങളുടെ ദാസനെ പൂർവാധികം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുവല്ലോ. തുടർന്ന് നീ ഉപയോഗിക്കുമാറാകണമേ. അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് തിരുമേനിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ കർത്താവേ. ഹല്ലേലൂയ. രാത്രിയിൽ നല്ല വിശ്രമം കർത്താവ് നൽകണം. തുടർന്ന് നാളെ നടക്കേണ്ടതായ എല്ലാ സെഷൻസിനെയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവകൃപയാൽ എല്ലാവരെയും നിറയ്ക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണം. പരിപാലിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിപ്പിക്കുകയും നമ്മെ എല്ലാം വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമായ വചനം കേട്ട എല്ലാ ദൈവമക്കളോടും ഭൂലോകമെങ്ങും ചിതറിപ്പാർക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എന്നുവന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ